സമയം രാത്രി 10 മണി പിന്നിട്ടിരിക്കുന്നു. എൻഎച്ചിന്റെ വിജനമായ പാതയിലൂടെ അരുണയുടെ മാരുതി സെലേറിയോ 70 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു പായുകയാണ്. മുന്നിൽ അനന്തമായി നീണ്ടുകിടക്കുന്ന റോഡ് ഒരു കറുത്ത റിബൺ പോലെയാണ് അവൾക്ക് തോന്നിയത്. കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള തീവ്രപ്രകാശം ആ പാതയിലെ കൂരിരുട്ടിനെ ഓരോ നിമിഷവും വിഴുങ്ങിക്കൊണ്ടിരുന്നു. ടാറിട്ട റോഡിന് നടുവിലൂടെയുള്ള വെളുത്ത ഡിവൈഡർ വരകൾ മാത്രം ആ വെളിച്ചത്തിൽ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. തിരക്കില്ലാത്ത റോഡ് കണ്ടപ്പോൾ കാറിന്റെ വേഗത അല്പം കൂടി കൂട്ടിയാലോ എന്ന് അരുണ വെറുതെ ചിന്തിച്ചു. ആ നിമിഷമാണ് കാറിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവളുടെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. താഴേക്ക് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ ഉള്ളൊന്നു കാളി. അച്ഛനാണ്, സത്യമൂർത്തി. അവൾ വേഗം ഫോണെടുത്ത് ചെവി വെച്ചു. പറയോ അച്ഛാ. മറുതരയ്ക്കൽ സത്യമൂർത്തിയുടെ ശബ്ദത്തിൽ ദേഷ്യം മണമുട്ടിയിരുന്നു. എന്തു പറയാനാ, ഇപ്പൊ സമയം എത്രയായെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? 10:15. 9 മണിയാകുമ്പോൾ വീട്ടിലെത്താമെന്ന് പറഞ്ഞ് കഞ്ചിക്കോട് പോയതല്ലേ നീ? എന്നിട്ട് ഇതുവരെ വീട്ടിലെത്തിയില്ലല്ലോ. സോറി അച്ഛാ. അരുണയുടെ ശബ്ദം താഴ്ന്നു. ഒരു സോറി പറഞ്ഞാൽ നീ ചെയ്യുന്നതൊക്കെ ശരിയാകുമോ? നീ ഇപ്പൊ എവിടെയാ? അച്ഛന്റെ ചോദ്യത്തിന് മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അരുണ കുറച്ചുനേരം മൗനമായി ഇരുന്നു പോയി. എത്താറായി അച്ഛാ, അരമണിക്കൂറിനുള്ളിൽ എത്തും. ശരി ശരി, അതിന് കാർ ഓടിച്ച് പറക്കാതെ കുറച്ച് പതുക്കി ഓടിച്ച് വന്നാ മതി. അമ്മയില്ലാത്ത കുട്ടിയാന്ന് പറഞ്ഞ് നിനക്ക് സ്വാതന്ത്ര്യം നൽകി വളർത്തിയത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അയ്യോ അച്ഛാ, അച്ഛൻ്റെ മോൾ അരുണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല, ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. ഇത് കേൾക്കുമ്പോളെ, നിനക്കൊരു കല്യാണം നടത്തി മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ നീ എനിക്ക് ചെറിയ കുട്ടി തന്നെയാ. നാട്ടുകാർക്ക് നീ ഡോക്ടറാണ്, പക്ഷെ എനിക്കതല്ല. അച്ഛാ, ഇങ്ങനെ പരിതപിക്കാതെ. കുറച്ചു നേരം അച്ഛൻ TV കണ്ടിരിക്കെ, ഞാനിപ്പോൾ അങ്ങെത്തും. അരുണ ഫോൺ കട്ട് ചെയ്ത് ചെവിയിൽ വെച്ചിരുന്ന റിസീവർ മാറ്റി. അവൾ പെറുപെറുത്തുകൊണ്ട് കാറിന്റെ വേഗത അല്പം കൂടി കൂട്ടി. അതേ നിമിഷം റോഡരികിലേക്ക് പാഞ്ഞ അവളുടെ നോട്ടം ഏതാനും നിമിഷം വിറയലോടെ തറഞ്ഞു നിന്നു. ആക്സിലേറ്ററിൽ നിന്ന് കാലുമാറി ബ്രേക്കിൽ അമർത്തി. കാർ വേഗത കുറച്ച് റോഡരികിൽ ഒതുക്കി നിർത്തി. എഞ്ചിൻ നിശബ്ദമായി. പരിഭ്രമത്തോടെ അരുണ കാറിൽ നിന്നിറങ്ങി. താൻ കണ്ട സ്ഥലത്തേക്ക് നടന്നു. റോഡരികിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് അവൾ അടുത്തു. അവിടെ ഒരു യുവാവ് മലർന്നു വീണ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചകലെയായി ഒരു ബൈക്ക് ഹെഡ്ലൈറ്റ് തകർന്ന് ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നു. പെട്രോൾ ടാങ്ക് തകർന്നിരിക്കണം. നേരിയ കാറ്റിൽ പെട്രോളിന്റെ മണം പരന്ന് ശ്വാസം മുട്ടിക്കുന്നു. സെൽഫോണിലെ ടോർച്ച് വെളിച്ചവുമായി അരുണ യുവാവിന്റെ അടുത്തേക്ക് കുനിഞ്ഞു. ഹെൽമറ്റ് ഉണ്ടായിരുന്നിട്ടും മുഖത്ത് രക്തക്കറകൾ കാണാം. വായ തുറന്ന് വേദനയിൽ പുളഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുകയായിരുന്നു. ആ യുവാവ് ജീവന് വേണ്ടി പോരാടുകയാണെന്ന് അരുണ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. അരുണ ഒരു നിമിഷം പോലും വൈകാതെ തന്റെ സെൽഫോണിൽ നിന്ന് എമർജൻസി പോലീസുമായി ബന്ധപ്പെട്ടു. ഉടൻ തന്നെ കണക്ഷൻ ലഭിച്ചു. ഒരു അധികാര സ്വരത്തിൽ മറുപടി കേട്ടു. ഇത് പോലീസ് കൺട്രോൾ റൂം. ആരാ സംസാരിക്കുന്നേ? സർ, എൻ്റെ പേര് അരുണ. ഞാനൊരു ഡോക്ടറാണ്. പറയൂ ഡോക്ടർ, എന്താ പ്രശ്നം? സാർ, എനിക്കൊരു പ്രശ്നമില്ല. സാർ, ഇന്ന് വൈകുന്നേരം എനിക്കൊരു മാരേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ കാറിൽ വരുമ്പോൾ റോഡരികിൽ ഒരാൾ ബൈക്കിനൊപ്പം വീണ് കിടക്കുന്നത് കണ്ടു. അപകടം എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഒരുപക്ഷെ ഹിറ്റ് ആൻഡ് റൺ ആവാം. ആള് ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ മാഡം? ജീവനുണ്ട്, പക്ഷേ ബോധമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കടുത്ത് ആരെങ്കിലും ഉണ്ടോ ഡോക്ടർ? ആരുമില്ല സാർ, ഞാൻ ഒറ്റയ്ക്കാണ്. അപകട സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി പറയാമോ? അരുണ ചെവിയിൽ ഫോൺ വെച്ച് ചുറ്റും നോക്കി. ദൂരെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിന്റെ പൊട്ടുകൾ മാത്രം കണ്ണിൽപ്പെടുകയും ഉടൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. സർ, ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്റർ ദൂരത്തിൽ ഒരു ഹോട്ടലിന്റെ ബോർഡ് കാണാം. ഹോട്ടലിന്റെ പേര് സീ ബ്ലൂ. നിങ്ങൾ പറയുന്ന സ്ഥലം പുതുശ്ശേരിക്കടുത്താണെന്ന് തോന്നുന്നു ഡോക്ടർ. ശരിയായിരിക്കും സർ. ഡോക്ടർ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ആ സ്ഥലത്തിന് ചുമതലപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻസ്പെക്ടർ വരും. അദ്ദേഹം സ്ഥലത്തെത്തിയാൽ നിങ്ങൾക്ക് പോകാം. കുറച്ച് സമയം കാത്തിരിക്കൂ. സർ, ആ ഇൻസ്പെക്ടർ വരാൻ സമയം എടുക്കൂ. മാഡം, ഞാനിപ്പോൾ തന്നെ അദ്ദേഹത്തിന് വിവരം നൽകാം. 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം സ്ഥലത്തെത്തും. നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ആ വഴി പോകുന്ന ഏതെങ്കിലും കാറോ ബസ്സോ നിർത്തി ഇൻസ്പെക്ടർ വരുന്നത് വരെ സ്ഥലത്ത് നിൽക്കാൻ പറയൂ. നിങ്ങളൊരു ഡോക്ടറല്ലേ, ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാലോ. മറുതലയ്ക്കിൽ സംസാരിച്ച കൺട്രോൾ റൂം ഓഫീസർ ഫോൺ കട്ട് ചെയ്തു. ആ യുവാവിന്റെ നേർക്ക് അവളുടെ നോട്ടം നീണ്ടു. അവനിപ്പോഴും വേദന സഹിക്കാനാവാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അരുണ വിയർത്തു കുളിച്ച മുഖത്തോടെ റോഡിന്റെ മധ്യഭാഗത്തേക്ക് വന്നു നിന്ന് വാഹനം വല്ലതും വരുന്നുണ്ടോ എന്ന് ഇരുവശവും നോക്കി. കുറച്ചകലെ ഒരു കാറ് വരുന്നത് കണ്ണിൽപ്പെട്ടപ്പോൾ അവൾ കൈവീശി. ആ ഇന്നോവ കാർ വേഗത കുറച്ച് അടുത്തു വന്ന് നിന്നു. കാറിന്റെ പിൻവാതിലിലെ ചില്ല് താഴ്ന്നു. ഒരാൾ പുറത്തേക്ക് നോക്കി ചോദിച്ചു, എന്താ മോളെ?
അരുൺ അയാളുടെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ നേരിയ ഞെട്ടൽ കണ്ടു. എന്നിട്ട് നിർവികാരമായ ശബ്ദത്തിൽ ചോദിച്ചു, ആള് ജീവനോടെ ഉണ്ടോ? ഉണ്ട്. ഒരു 10 മിനിറ്റ് നിൽക്കാമോ സർ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ധൈര്യമായേനെ. സോറി മോളെ, ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് കോയമ്പത്തൂരിലേക്ക് പോവാണ്. പിന്നാലെ ഒരുപാട് വണ്ടി വരും, ചോദിച്ചു നോക്കൂ എന്നും പറഞ്ഞ് അയാൾ വണ്ടിയെടുത്തു. റോഡ് വീണ്ടും വിജനമായി. അടുത്ത 10 മിനിറ്റിനുള്ളിൽ വേഗത്തിൽ വന്ന ഒരു ബൈക്ക് അരുണയെ കണ്ടപ്പോൾ വേഗത കുറച്ച് അവളുടെ അടുത്ത് വന്ന് നിന്നു. ഹെൽമെറ്റ് ധരിച്ച ആ യുവാവ് ചോദിച്ചു, എന്താ മാഡം, കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഒരു പ്രശ്നമില്ല. പിന്നെ? അരുണ വിവരം പറഞ്ഞപ്പോൾ അവൻ അഴിച്ചു തുടങ്ങിയ ഹെൽമെറ്റ് തിടുക്കത്തിൽ വീണ്ടും ധരിച്ചു. മാഡം, റോഡിൽ ഇത്ര അപകടം നടന്ന കണ്ടിൽ നിന്നടിച്ച് നമ്മ പോകണം. അതൊക്കെ മറ്റാരെങ്കിലും കണ്ട് പോലീസിൽ അറിയിച്ചോടും. നിങ്ങളാദ്യം സ്ഥലം വിട്ടു പോകും മാഡം. ഇതൊക്കെ അനാവശ്യ ജോലിയാണ്. വേണ്ടാത്ത പ്രശ്നമെടുത്ത് തലയിൽ വെക്കണ്ട. ചേട്ടാ, ഇൻസ്പെക്ടർ ഇപ്പോൾ എത്തും. അതുവരെ എൻ്റെ കൂടെ ഒന്നും നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പ്ലീസ്. വെരി സോറി മാഡം, ഞാൻ എയർപോർട്ടിലേക്ക് പോവുക. ഈ റോഡിൽ ആഴ്ചയിൽ ഒരു അപകടമെങ്കിലും നടക്കും. ഇതൊരു അപകട മേഖലയാണ് മാഡം. പോലീസുകാർക്കും അതറിയാം. നിങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞില്ലേ? ഇനി അവർ വന്ന് നോക്കിക്കോളും. നിങ്ങൾ പോയിക്കോളൂ. ഇവിടെ അധിക നേരം നിൽക്കണ്ട. അരുണയുടെ മുഖം നേരിയതായി ചുവന്നു. എപ്പോൾ പോകണമെന്ന് എനിക്കറിയാം. നിങ്ങൾ പൊക്കോളൂ. ഇതുവരെ നിന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. പറയേണ്ടത് ഞാൻ പറഞ്ഞു, പിന്നെയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ബൈക്ക് ഒരു മിസൈൽ പോലെ പാഞ്ഞുപോയി. അരുണ വിയർത്ത് കുളിച്ച മുഖത്തോടെ ആ യുവാവ് വീണുകിടന്ന സ്ഥലത്തേക്ക് വന്നു. ചീവീടിന്റെ ശബ്ദം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു മുമ്പ് വരെ കേട്ടിരുന്ന ആ യുവാവിന്റെ വേദന നിറഞ്ഞ നിലവിളി ഇപ്പോൾ നിലച്ചിരുന്നു. അരുണയുടെ വരിൽ ഒരു ചെറിയ ഭയം സൂചിമുനം പോലെ കുത്തിക്കയറി. ഇപ്പോൾ ശരീരം മുഴുവൻ വിറച്ചു. അയാൾ മരിച്ചിരിക്കുമോ? ഉയർന്നു പൊങ്ങിയ ഹൃദയമിടിപ്പോടെ സെൽഫോണിന്റെ ടോർച്ച് ലൈറ്റ് പ്രവർത്തിപ്പിച്ച് അരുണ അവൻ വീണുകിടന്ന സ്ഥലത്തേക്ക് പതുക്കെ നടന്നു. അവനടുത്ത് ചെന്ന് കുനിഞ്ഞു നോക്കി. അരുണ തന്റെ ഇടത് കൈപ്പത്തി മടിച്ച് ഭയത്തോടെ അവന്റെ മൂക്കിനടുത്ത് വെച്ചു നോക്കി. ശരീരത്തിൽ ജീവനുണ്ടെന്നതിന്റെ അടയാളമായി ശ്വാസകോശങ്ങളിൽ നിന്ന് പുറത്തു വന്ന ചൂടുള്ള കാറ്റ് അവളുടെ കൈപ്പത്തിയിൽ തട്ടി. അരുണ സമാധാനത്തോടെ ഒരു ദീർഘനിശ്വാസം പുറത്തുവിട്ടുകൊണ്ട് റോഡരികിൽ പോയി നിന്ന് പോലീസ് ജീപ്പിന്റെ വരവിനായി കാത്തിരിക്കാൻ തുടങ്ങി. അതേസമയം മൊബൈൽ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു. അരുണ ഡിസ്പ്ലേയിലേക്ക് നോക്കി. അവളുടെ അച്ഛൻ സത്യമൂർത്തി. മൊബൈൽ ഫോൺ ഇടത് ചെവിയിൽ വെച്ച് പതിഞ്ഞ ശബ്ദത്തിൽ, ആ പറയൂ അച്ഛാ, ഇപ്പൊ നീ എത്താറായില്ലേ? എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? കേട്ടു അച്ഛാ. അത് ഉറക്കെ പറഞ്ഞൂടെ? നീ ഉള്ളിൽ പെരുപ്പെടുത്താ എനിക്കെങ്ങനെ അറിയാമോളെ? ശരി ശരി, ഞാനിപ്പോ എന്തിനാണ് വീണ്ടും വിളിച്ചതെന്ന് അറിയാമോ? അച്ഛാ, അത് പറഞ്ഞാലല്ലേ അറിയൂ. തൃശ്ശൂർ MG റോഡ് JCB വെച്ചെന്തോ പണി നടക്കുന്നുണ്ട്. നീ ആ വഴി വീട്ടിലേക്ക് വരണ്ട. പൂങ്കുന്ന മേൽപ്പാലം കയറി ഗ്രൗണ്ട് വഴി വന്നാ മതി. ആ റോഡിൽ തിരക്കുണ്ടാകില്ല. ശരി അച്ഛാ. എന്താ സംസാരത്തിന് ഒരു ഉത്സാഹമില്ലാത്തെ? അത് പിന്നെ അച്ഛാ, സ്വന്തമായിട്ട് കാർ ഓടിച്ച് ദൂരേക്ക് യാത്ര പോയിട്ട് കുറേ നാളായി. പിന്നെ ഇപ്പോൾ കുറച്ച് ക്ഷീണവും തോന്നുന്നു. നീ പാലക്കാട്ടേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ? നീ എൻ്റെ വാക്ക് കേട്ടില്ല. മതി അച്ഛാ, ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തും. സോറി മോളെ, നീ പതുക്കെ വന്നാ മതി. അരുണ മൊബൈൽ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് 10 മിനിറ്റ് കൂടി അവൾ ആ ഇരുട്ടത്ത് നിന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം പോലീസ് ജീപ്പ് അവളുടെ അടുത്തേക്ക് വന്നു. മധ്യവയസ്കനായ ഒരു ഇൻസ്പെക്ടർ ജീപ്പിന്റെ മുൻവശത്ത് നിന്ന് ചാടിയിറങ്ങി. പിന്നിലെ വാതിൽ തുറന്ന് 3 കോൺസ്റ്റബിൾമാർ ബൂട്ടിന്റെ ശബ്ദത്തോടെ ഇറങ്ങി. അരുണ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു. സർ, ഐ ആം ഡോക്ടർ അരുണ. ഞാനാണ് കൺട്രോൾ റൂമിൽ വിവരം നൽകിയത്. മാഡം, ഐ ആം ഇൻസ്പെക്ടർ സുധീർ. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ഈ ഹൈവേയിൽ ഞാൻ കാണുന്ന 8ാമത്തെ അപകടമാണിത്. സ്പോട്ട് എവിടെയാണ് മാഡം? ആളെവിടെയാ വീണ് കിടക്കുന്നേ? ഓ, അതോ, ആ കുറ്റിക്കാടിന്റെ അടുത്ത്. 3 കോൺസ്റ്റബിൾമാരും കയ്യിൽ വലിയ ടോർച്ചുമായി കുറ്റിക്കാടിന് നേർക്കുപോയി. ചെടികളെ ചവിട്ടി വീഴ്ത്തി അവർ നടന്നു. കുറച്ചു നിമിഷം നടന്നതിന് ശേഷം ബൈക്കും യുവാവും വീണ് കിടന്ന സ്ഥലത്തേക്ക് അവർ എത്തി. ഇൻസ്പെക്ടർ സുധീർ അവരെ പിന്തുടർന്ന് വിളിച്ചു പറഞ്ഞു, ജലീൽ സർ. കോൺസ്റ്റബിൾമാരിൽ ഒരാൾ തിരിഞ്ഞു നോക്കി. ആദ്യം അയാൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കൂ. നോക്കാം സർ. എബി. യെസ് സർ. മറ്റൊരു കോൺസ്റ്റബിൾ വന്നു. RTO വെഹിക്കിൾ ഇൻഫർമേഷൻ ആപ്പിൽ പോയി ഉടമയുടെ വിവരങ്ങൾ ശേഖരിക്കൂ. യെസ് സർ. സുധീർ അരുണയുടെ നേർക്ക് തിരിഞ്ഞു. മാഡം, നിങ്ങളൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് അപകടം കണ്ടിട്ടും അത് ഇട്ടിട്ട് പോകാതെ പോലീസിൽ വിവരം അറിയിച്ചത്. ആ ഉത്തരവാദിത്തമുള്ള കടമയ്ക്ക് എന്റെ ആദ്യത്തെ സല്യൂട്ട്. സർ, ഇതൊരു സാധാരണ കാര്യമാണ് ഇൻസ്പെക്ടർ. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ കാര്യം നമ്മളുടെ ഓർമ്മയിൽ വരുമ്പോഴെല്ലാം ഒരു സന്തോഷം കിട്ടുമല്ലോ. യെസ്, യു ആർ കറക്റ്റ് മാഡം. പക്ഷേ ഇതൊന്നും ആരും ഓർക്കാറില്ല. ഒരപകടം നടന്നാൽ അത് കണ്ടിട്ടും കാണാതെ പോകുന്നവരാണ് അധികവും. ഇൻസ്പെക്ടർ സുധീർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺസ്റ്റബിൾ ജലീൽ വിളിച്ചു പറഞ്ഞു, സർ, എന്താ? ആൾക്ക് ജീവനുണ്ട്. പതിയെ ശ്വാസം എടുക്കുന്നുണ്ട്.
എങ്കിൽ വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. സുധീറും കോൺസ്റ്റബിൾമാരും ചേർന്ന് അയാളെ ജീപ്പിലേക്ക് കയറ്റി കിടത്തി. സുധീർ ആ യുവാവിന്റെ നേർക്ക് ടോർച്ചടിച്ചു നോക്കി. സുധീർ സൂക്ഷിച്ചു നോക്കിയിട്ട്, തലയ്ക്കാണ് കൂടുതൽ പരിക്ക്, എന്തായാലും ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കാം. പ്രായം 30 താഴെയാണെന്ന് തോന്നുന്നു. അവർ വേഗം വണ്ടിയെടുത്തു. അവർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇൻസ്പെക്ടർ സുധീർ കോൺസ്റ്റബിളുമായി എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്ന നിമിഷം ഇരുട്ടിൽ അല്പം ദൂരെ നിന്നിരുന്ന അരുണ പതിയെ വിളിച്ചു പറഞ്ഞു, സാർ, എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഒരുപാട് വൈകി, വീട്ടിൽ അച്ഛൻ എനിക്കായി കാത്തിരിക്കുന്നുണ്ടാവും. ഓ സോറി, നിങ്ങൾ പൊക്കോളൂ മാഡം. വളരെ നന്ദി. നടന്ന അപകടം കണ്ടിട്ടും ഭയന്ന് ഓടിപ്പോകാതെ ധൈര്യമായി പോലീസിനെ വിവരം അറിയിച്ചതും കൂടാതെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതുവരെ ഈ ഹൈവേയിൽ ഇരുട്ടിൽ കാത്തിരുന്ന് തോർക്കുമ്പോൾ റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. ഇറ്റ്സ് ഓക്കെ ഇൻസ്പെക്ടർ, ഐ വാസ് ഏബിൾ ടു ഡു ദിസ് ഹെൽപ്പ് ബിക്കോസ് ഐ ആം എ ഡോക്ടർ. അരുണ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് കുറച്ചകലെ ഇരുട്ടിൽ നിന്നിരുന്ന തന്റെ കാറിനടുത്തേക്ക് പോയി. കോൺസ്റ്റബിൾ ജലീലിന് അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോണും കുറച്ചു പണവും കിട്ടിയിരുന്നു. 4-5 500 രൂപ നോട്ടുകളും കുറച്ച് ചില്ലറയുമായിരുന്നു അത്. പോകുന്ന വഴി ഇൻസ്പെക്ടർ സുധീർ ടോർച്ചടിച്ച് സൂക്ഷിച്ചു നോക്കിയിട്ട്, തലയ്ക്കാണ് കൂടുതൽ പരിക്ക്, എന്തായാലും ആശുപത്രിയിൽ ഒന്ന് വേഗം എത്തിയാൽ മതിയായിരുന്നു. സർ. എന്താ എബി? ബൈക്കിനെ ലോറിക്കാരനായിരിക്കണം തട്ടിയിട്ട് പോയത്. വണ്ടിയുടെ പിന്നിൽ നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ? നമ്മുടെ കേരളം തന്നെയാണ് സർ. പക്ഷേ രജിസ്ട്രേഷൻ നമ്പർ RTO വെഹിക്കിൾ ഇൻഫർമേഷൻ ആപ്പിൽ പോയി ഉടമയുടെ വിവരങ്ങൾ വേണമെന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഡിഡ് നോട്ട് മാച്ച് എന്ന് വരുന്നു സർ. ഇൻസ്പെക്ടർ സുധീർ അത്ഭുതത്തോടെ എബിയെ നോക്കി. എന്തായി പറയുന്നേ? അതെ സർ, ഈ ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറിലുള്ള സീരീസിൽ ഇതുവരെ നമ്പർ ഇഷ്യൂ ചെയ്തിട്ടില്ലെന്ന് ചുവന്ന നിറത്തിൽ ഒരു നോട്ട് വരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു മോഷ്ടിച്ച ബൈക്കാണ് സർ. അവിടുന്ന് ഒരു ഫോൺ കിട്ടിയില്ലേ? ആദ്യം ആ ഫോണൊന്ന് ഓൺ ചെയ്ത് എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്കൂ. അവസാനമായി അവൻ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകാം. ആരുടെ നമ്പർ കിട്ടിയാൽ പോലും ഇവൻ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പം നോക്കാം സർ. കോൺസ്റ്റബിൾ ജലീൽ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കി റീസ്റ്റാർട്ട് ചെയ്തിട്ട് കാത്തിരുന്നു. 20 സെക്കൻഡുകൾക്ക് ശേഷം മൊബൈൽ ഫോൺ സ്ക്രീൻ തെളിഞ്ഞു. ഹോം സ്ക്രീനിൽ ആ ഫോട്ടോ വ്യക്തമായി തെളിഞ്ഞു. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. സർ. എന്താ എന്താ ജലീൽ? മൊബൈൽ ഫോണിന്റെ ഹോം സ്ക്രീനിലുള്ള ഫോട്ടോ ആരുടേതാണെന്ന് നോക്കൂ സർ. കോൺസ്റ്റബിളിന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ വാങ്ങി സുധീർ നോക്കി. ഡോക്ടർ അരുണ. ഇൻസ്പെക്ടർ സുധീർ ഞെട്ടൽ നിറഞ്ഞ നോട്ടത്തോടെ കോൺസ്റ്റബിളിനെ നോക്കി. എന്താ ഇത്? അപകടത്തിൽപ്പെട്ടവന്റെ മൊബൈൽ ഫോൺ ഹോം സ്ക്രീനിൽ ആ ഡോക്ടർ പെൺകുട്ടിയുടെ ഫോട്ടോയോ? അതാണ് സാർ എനിക്ക് ഞെട്ടലുണ്ടായേ. അപകടത്തിൽപ്പെട്ട ആളുടെ മുഖം ആ ഡോക്ടർ ശരിയായി കണ്ടില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ല. അങ്ങനെയുമാകാം. രക്തം കരിപിടിച്ച് കട്ട പിടിച്ച മുഖം ഈരുട്ടിൽ തിരിച്ചറിയപ്പെടാതെ പോയിട്ടുണ്ടാകാം. അതിലുപരി പകുതി മുഖം ഹെൽമെറ്റ് വെച്ച് മറച്ചുയിരുന്നു. ആ ഡോക്ടറുടെ പേരെന്താ? അരുണ എന്നാണ് സർ. ഫോൺ ചെയ്ത് ഡോക്ടർ അരുണയെ വീണ്ടും ഇവിടേക്ക് വരുത്തേണ്ടി വരും എന്നും പറഞ്ഞ് ഇൻസ്പെക്ടർ സുധീർ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് കുറച്ചു മുമ്പ് കൺട്രോൾ റൂമിൽ നിന്ന് തനിക്കയച്ച ഡോക്ടർ അരുണയുടെ മൊബൈൽ നമ്പർ കോൺടാക്ട് ഓപ്ഷനിൽ പോയി തിരഞ്ഞു പിടിച്ച് ഡയൽ ചെയ്തു. 4-5 സെക്കൻഡുകൾക്ക് ശേഷം, നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് കേട്ടു. സുധീർ ഒരു ചെറിയ ഞെട്ടലോടെ 3 തവണ കൂടി ശ്രമിച്ചു നോക്കി. ജലീൽ, ആ ഡോക്ടർ അരുണ തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. അത് സർ, ചിലപ്പോൾ കാറിൽ പോകുമ്പോൾ ടവർ കിട്ടാതെ സ്വിച്ച് ഓഫ് ആയതായിരിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കാം സർ. സർ, എനിക്കെന്തോ ആ ഡോക്ടറെ കുറിച്ച് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട ആള് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അറിയാത്തതുപോലെ കള്ളം പറഞ്ഞിട്ടുണ്ടാവുമോ? ഉണ്ടാകാം സർ. ഈ കാലത്ത് ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. ജലീൽ പറഞ്ഞപ്പോൾ സുധീർ ഏതാനും നിമിഷം ആലോചിച്ചിട്ട് കോൺസ്റ്റബിളിനെ നോക്കി. ശരി, ആ അപകടത്തിൽപ്പെട്ട ആളുടെ മൊബൈൽ ഫോൺ ആക്ടിവേറ്റ് ചെയ്ത് അതിലുള്ള കാര്യങ്ങളും ഫോട്ടോകളും എന്താണെന്ന് നോക്കൂ. അതിൽ നിന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചേക്കാം. സുധീർ തന്റെ കയ്യിലിരുന്ന അപകടത്തിൽപ്പെട്ട ആളുടെ മൊബൈൽ ഫോൺ നീട്ടി. ജലീൽ അത് വാങ്ങി സ്വൈപ്പ് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മൊബൈൽ ഫോൺ പിൻ നമ്പർ ചോദിച്ചു. എബി അല്പം പരിഭ്രമിച്ചു. സർ, സർ, ഈ മൊബൈൽ ഫോണിൽ കവർ ഫോട്ടോ മാത്രമേ കാണാൻ കഴിയൂ. പിൻ നമ്പർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല സർ. ശരി, ആ ഫോൺ സൂക്ഷിച്ചു വയ്ക്കേ. ഞാൻ വീണ്ടും ആ ഡോക്ടർ അരുണയെ ഒന്ന് ഫോണിൽ കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞ് സുധീർ അരുണയുടെ മൊബൈൽ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു. ഇത്തവണയും മൊബൈൽ റിങ് ചെയ്തില്ല. ഈ അപകടത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അത് പുറത്തു വരണമെങ്കിൽ ഇവൻ വാതുറന്ന് സംസാരിക്കണം. ജീപ്പ് കുറച്ചുകൂടി വേഗത്തിൽ വിടൂ. 1/2 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിലെത്തണം. സൈറൻ മുഴക്കി ഇരുണ്ട ഹൈവേയിലൂടെ വളരെ വേഗത്തിൽ ആ ജീപ്പ് പാഞ്ഞു. പുലർച്ചെ 5 മണി. തന്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഉറക്കമുണർന്ന അരുണ എഴുന്നേറ്റിരുന്നു. വാതിലിന് പുറത്ത് അച്ഛൻ സത്യമൂർത്തിയുടെ ശബ്ദം. മോളെ അരുണ.
തന്റെ ദേഹത്ത് പുതച്ചിരുന്ന പുതപ്പ് മാറ്റി അരുണ വേഗത്തിൽ എഴുന്നേറ്റ് വാതിൽ തുറന്നു. സത്യമൂർത്തി മുറിയിലിരുട്ടിൽ അല്പം പരിഭ്രാന്തനായി കാണപ്പെട്ടു. ശരീരം മുഴുവൻ ഉത്കണ്ഠ. അരുണ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ അച്ഛാ? നിന്നെ കാണാൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് മോളെ. അരുണയുടെ മുഖം അടിമുടി മാറി. പോലീസോ? അതേ മോളെ, ഞാൻ പതിവ് പോലെ 5 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യുകയായിരുന്നു. കോളിംഗ് ബെല്ല് കേട്ട് പോയി നോക്കിയപ്പോഴാ കോമ്പൗണ്ട് ഗേറ്റിന് മുന്നിൽ പോലീസ് ജീപ്പ് കണ്ടു. വാതിക്കൽ ഇൻസ്പെക്ടർ നിന്നിരുന്നു. ഞാൻ ഭയന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഡോക്ടർ അരുണയെ കാണുമെന്നും അവർ പറഞ്ഞു. ഒരു എൻക്വയറി ആണെന്ന്. അരുണ ഏതാനും നിമിഷം നിശബ്ദയായി നിന്നിട്ട് സത്യമൂർത്തിയുടെ കയ്യിൽ തന്റെ കൈ വെച്ചു. പേടിക്കണ്ട അച്ഛാ, ഞാൻ ഇന്നലെ രാത്രി പാലക്കാട് പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കാറിൽ മടങ്ങുമ്പോൾ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഹൈവേ റോഡിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടിട്ട് പോലീസിൽ അറിയിച്ചിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, അതെ. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക അന്വേഷണത്തിന് വന്നതായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഔദ്യോഗിക അന്വേഷണമാണെങ്കിൽ ഇത്രയും രാവിലെ വരേണ്ട ആവശ്യമില്ലല്ലോ മോളെ. പോലീസുകാരാണെങ്കിൽ അങ്ങനെയായിരിക്കും. അവർക്ക് എന്തെങ്കിലും വിവരം ആവശ്യമുണ്ടെങ്കിൽ സമയമോ കാലമോ നോക്കാതെ വന്ന് വാതിയും മുട്ടും. അച്ഛൻ ടെൻഷനാണ്ട, ഞാൻ ഇൻസ്പെക്ടറെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അരുണ മുകളിലെ വരാന്തയുടെ നേരിയ വെളിച്ചത്തിൽ വേഗത്തിൽ നടന്ന് പടികളിറങ്ങി താഴെയുള്ള ഹാളിലേക്ക് പ്രവേശിച്ചു. അരുണയെ കണ്ടതും ഹാളിലെ സോഫയിൽ ചാരിയിരുന്നിരുന്ന ഇൻസ്പെക്ടർ സുധീർ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് മാഡം. ഡിസ്റ്റർബൻസ് ആണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വന്നത്. അത് പിന്നെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മാഡം. നോ പ്രോബ്ലം, പ്ലീസ് ഇരിക്കൂ. സുധീർ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് എതിർവശത്തുള്ള സോഫയിലേക്ക് അരുണ ചാരിയിരുന്നു. പറയൂ ഇൻസ്പെക്ടർ, എന്താ കാര്യം? ആ ബൈക്ക് അപകടത്തിൽപ്പെട്ട ആൾക്ക് ജീവന് യാതൊരു അപകടവും ഇല്ലല്ലോ? ജീവന് യാതൊരു അപകടവും ഇല്ല മാഡം. പക്ഷേ ബോധം ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല. രക്തം കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളാരാണെന്നറിഞ്ഞു? സുധീർ മറുപടി പറയാതെ നിശബ്ദനായിരുന്നപ്പോൾ അരുണ അത്ഭുതത്തോടെ അയാളെ നോക്കി. ഇൻസ്പെക്ടർ, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നേ. ബൈക്ക് അപകടത്തിൽപ്പെട്ട ആ വ്യക്തി ആരാണെന്നറിഞ്ഞോ? അവനാരാണെന്ന് നിങ്ങളാണ് പറയേണ്ടത് മാഡം. അരുണയുടെ മുഖം വല്ലാതെ മാറി. അവളിരുന്ന കസേരയിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. വാട്ട് യു മീൻ ഇൻസ്പെക്ടർ? ആ അപകടത്തിൽ അടിയേറ്റവൻ ആരാണെന്ന് ഞാൻ പറയണമെന്നോ? യെസ് മാഡം. അവനാരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അരുണ ദേഷ്യത്തോടെ ശബ്ദം ഉയർത്തിയപ്പോൾ സുധീർ ഒരു ചെറിയ പുഞ്ചിരിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. മാഡം, അപകടം നടന്ന സ്ഥലം നേരിയ ഇരുട്ടിലായിരുന്നു. ആ യുവാവിന്റെ തലയിലെ മുറിവിൽ നിന്ന് ഒഴുകിയ രക്തം പകുതി മുഖത്തെയും ഊരിപ്പോയ ഹെൽമറ്റ് ബാക്കി ഭാഗത്തെയും മറച്ചിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. പക്ഷേ ആ യുവാവ് നിങ്ങൾക്കറിയുന്നവനാണ്. അരുണ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ലുക്ക് മിസ്റ്റർ ഇൻസ്പെക്ടർ, ദിസ് ഈസ് ടു മച്ച്. ഞാൻ ആ അപകടം കണ്ടിട്ട് പോലീസിനെ അറിയിച്ചത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. അവനെ എനിക്കറിയാമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഒരു നിമിഷം ഡോക്ടർ, ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഹോം സ്ക്രീനിൽ ആരുടെ ഫോട്ടോയാണെന്ന് നോക്കൂ. സുധീർ തന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ അരുണിക്ക് നേരെ നീട്ടി. അവളത് മടിയോടെ വാങ്ങി. നേരിയ വിറയിലുള്ള വിരലുകളാൽ മൊബൈൽ ഫോൺ സ്ക്രീൻ പ്രകാശിച്ചു. സ്വൈപ്പ് ചെയ്ത് അൺലോക്ക് ചെയ്തപ്പോൾ അരുണയുടെ ചിരിക്കുന്ന ഫോട്ടോ അവളുടെ കണ്ണുകളിൽ പെട്ടു. അരുണ ശരീരം മുഴുവൻ വിറച്ചവളായി സുധീറിനെ നോക്കി. ചുണ്ടുകൾ നേരിയതായി വിറച്ചു. ഇൻസ്പെക്ടർ, ഈ മൊബൈൽ ഫോൺ ആരുടെയാ? അപകടത്തിൽപ്പെട്ടവന്റെ മൊബൈൽ ഫോണാണിത്. ഈ മൊബൈൽ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അവൻ നിങ്ങൾക്കറിയുന്നവനാണെന്ന നിഗമനത്തിൽ എനിക്കെത്താൻ കഴിഞ്ഞത്. ഉടൻ തന്നെ നിങ്ങളെ മൊബൈൽ ഫോണിൽ വിളിച്ച് ഈ വിവരം കൈമാറാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. 4-5 തവണ ശ്രമിച്ചിട്ടും നിങ്ങളെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അതേസമയം ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ആ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് നിങ്ങളോട് പിന്നീട് അന്വേഷണം നടത്താമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്രയും രാവിലെ നിങ്ങളെ അന്വേഷിക്കാൻ വന്നതിൽ മറ്റൊരു കാരണവും ഉണ്ട് മാഡം. എന്താ എന്താ കാര്യം? ഈ പുലർച്ചെ സമയത്ത് റോഡിലധികം ആളനക്കം ഉണ്ടാവില്ല. വെളിച്ചം വന്നതിന് ശേഷം നിങ്ങളുടെ വീടിന് മുന്നിൽ പോലീസ് ജീപ്പ് നിന്നാൽ കാണുന്നവരെ പലവിധത്തിൽ ഊഹിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് അന്വേഷണം പൂർത്തിയാക്കി പോകാമെന്ന് വന്നത്. അതുവരെ ഒന്നും സംസാരിക്കാതെ ഞെട്ടലിൽ സ്തബ്ധനായി നിന്നിരുന്ന സത്യമൂർത്തി സുധീറിന് നേരെ വേഗത്തിൽ ദേഷ്യത്തോടെ നീങ്ങി. ഇൻസ്പെക്ടർ, നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലും ചോദിക്കുന്ന ചോദ്യങ്ങളിലും ആ അപകടം സംബന്ധിച്ച് എൻ്റെ മകൾ അരുണയെ സംശയിക്കുന്നതായി തോന്നുന്നു. സർ, നിങ്ങളുടെ മകളുടെ ഫോട്ടോ ആ ബൈക്ക് ആക്സിഡൻ്റായ യുവാവിൻ്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അന്വേഷിക്കാൻ വന്നത്. ഞാൻ മാത്രമല്ല, ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അന്വേഷണത്തിനായി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തന്നെയാണ് സാധ്യത. ആ യുവാവ് ഓടിച്ചത് ഒരു മോഷ്ടിച്ച ബൈക്കാണ്. അവനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അരുണ ഇടയിൽ കയറി ദൃഢമായ സ്വരത്തിൽ ചോദിച്ചു. ഇൻസ്പെക്ടർ, എനിക്കവൻ ആരാണെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു.
ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് വരണം. വന്നിട്ട് മാഡം വീണ്ടും അവനെ ഒന്ന് കാണണം. ഇന്നലെ രാത്രി നിങ്ങൾ അവനെ ഇരുട്ടിൽ കണ്ടതിനും ഇപ്പോൾ കാണുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപക്ഷേ അവൻ ആരാണെന്നുള്ള തിരിച്ചറിയലും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചേക്കാം. ശരി, വരാം. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ജീപ്പിൽ വരില്ല. നിങ്ങളാദ്യം പുറപ്പെട്ടു പൊക്കോളൂ. ഞാനൊന്ന് ഫ്രഷായി എൻ്റെ കാറിൽ വരാം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വാർഡാണല്ലോ? അതെ മാഡം. ആ, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്താം. ഓക്കെ മാഡം. വൈകിക്കരുത്. കാരണം ഞാനിപ്പോൾ നടത്തുന്ന ഈ അന്വേഷണത്തിൽ ഓരോ നിമിഷവും എനിക്ക് പ്രധാനമാണ്. സമയത്തിന്റെ വില എനിക്കും അറിയാം ഇൻസ്പെക്ടർ. ഇപ്പോൾ സമയം 5:30 6 മണിയോടെ ഞാൻ അവിടെ എത്തും. ട്രസ്റ്റ് മീ. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ. ഞങ്ങൾ ഇറങ്ങുന്നു. വൺസ് അഗൈൻ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. നോ ഇഷ്യൂസ് ഇൻസ്പെക്ടർ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാണല്ലോ. അരുണ നിർവികാരമായ മുഖത്തോടെ പറഞ്ഞപ്പോൾ സുധീർ തലയാട്ടി. അവർ വിടവാങ്ങി വാതിക്കൽ നിന്നിരുന്ന ജീപ്പിനടുത്തേക്ക് പോയി. ജീപ്പ് പോകുന്നതുവരെ നിശബ്ദനായിരുന്ന സത്യമൂർത്തി ആ പുലർച്ചെ സമയത്തും വിയർത്ത മുഖത്തോടെ അരുണയെ നോക്കി. ആരാ മോളെ ആ പയ്യൻ? ഏത് പയ്യനാണ് അച്ഛാ? ബൈക്കിൽ വന്ന് അപകടപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നവനില്ലേ അവൻ? ആർക്കറിയാം. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? ആ പയ്യന്റെ മൊബൈലിൽ നിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? ഞാനും അതിനെക്കുറിച്ചാണ് അച്ഛാ ആലോചിക്കുന്നേ. അവനെ ഇന്നലെ രാത്രി ഇരുട്ടി കണ്ടപ്പോൾ ശരിയായി മുഖം മനസ്സിലായില്ല. ഇപ്പോൾ ആശുപത്രിയിൽ പോയി കണ്ടാൽ ആരാണെന്ന് ചിലപ്പോൾ മനസ്സിലാവും. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അച്ഛനൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അച്ഛനവിടെ ഇരിക്കെ. ഞാൻ പോയിട്ട് വരാം. ഇല്ല മോളെ. ഇൻസ്പെക്ടർ വന്ന് പോയതിൽ പിന്നെ എനിക്ക് വലിയ വിഷമാണ്. ഇല്ല മോളെ, എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല. ഞാനും നിന്റെ കൂടെ വരുവാ. വേണ്ട അച്ഛാ. നിങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി BP വളരെ കൂടുതലാണ്. നിങ്ങൾ ആശുപത്രിയിൽ വന്നാ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അച്ഛന് ടെൻഷൻ കൂടെയുള്ളൂ. ആ ടെൻഷൻ എനിക്ക് താങ്ങാൻ കഴിയില്ല. സോറി മോളെ, എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല. ഞാനും വരുവാ. അങ്ങനെ അരുണ ഫ്രഷായി അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അങ്ങ് കിഴക്ക് ആകാശം വെളുക്കുന്ന പരുവത്തിലായിരുന്നു. സ്വർണ്ണ നിറമുള്ള മേഘങ്ങൾ മഞ്ഞൾ വിതറിയ പോലെ ചക്രവാളത്തിൽ കഷ്ണങ്ങളായി ചിതറിക്കിടന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ നിലകളും പുലർച്ചെയുടെ മങ്ങിയിരുട്ടിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. അരുണ തന്റെ കാറ് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് അച്ഛൻ സത്യമൂർത്തിക്കൊപ്പം കാഷ്വാലിറ്റി വാർഡിലേക്ക് നടന്നു. മോളെ അരുണ. പറയൂ അച്ഛാ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് വരുന്നു എന്ന് നോക്കുമ്പോൾ മനസ്സിൽ പേടിയാവുന്നു മോളെ. എന്തിനാ അച്ഛാ ഇങ്ങനെ ഭയപ്പെടുന്നേ? നിങ്ങളോ ഞാനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബൈക്ക് ഓടിച്ചു വന്ന അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ചികിത്സയിലുള്ള ഒരാളെ ഞാൻ കാണാൻ പോകുന്നു. അവനെ എനിക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാൻ പോകുന്നു. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുന്നു. അത്രയുള്ളൂ. നിന്റെ അമ്മയെ പോലെ നിനക്കും അസാമാന്യ ധൈര്യമുണ്ട്. അത് പിന്നെ അച്ഛാ, അല്ലായിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് ഡോക്ടർ ആകില്ലായിരുന്നല്ലോ. ഇരുവരും ആ പുലർച്ചെ സമയത്തെ തണുത്ത കാറ്റിൽ കലർന്നിരുന്ന ആശുപത്രിയുടെ മരുന്നുകളുടെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് കാഷ്വാലിറ്റി വാർഡിലെ സിമന്റ് പടികൾ കയറി. ട്യൂബ് ലൈറ്റുകൾ മങ്ങിയ വെളിച്ചം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില്ലുവാതിക്കൽ കോൺസ്റ്റബിൾമാരെ കണ്ടു. വാർഡിന്റെ ചുവരരികിലിട്ടിരുന്ന കസേരകളിൽ ഇൻസ്പെക്ടർ സുധീർ ഇരുന്നുകൊണ്ട് ആരോടോ മൊബൈലിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അരുണയെ കണ്ടതും വേഗത്തിൽ എഴുന്നേറ്റ് വന്നു. മുഖത്ത് സന്തോഷം പൗഡർ പൂശിയതുപോലെ കാണപ്പെട്ടു. താങ്ക്സ് മാഡം. പറഞ്ഞ സമയത്ത് കൃത്യമായി എത്തിച്ചേർന്നു. ഹൗ ഈസ് ഹി? അരുണ ചോദിച്ചു. ഫൈൻ മാഡം, ബട്ട് ഇപ്പോഴും ബോധം തിരികെ ലഭിച്ചിട്ടില്ല. ഉള്ളിലേക്ക് പോയി നോക്കാമോ? പ്ലീസ് കം ദിസ് വേ. സുധീർ 4 അടി അകലെ മുന്നിൽ നടന്നു പോയപ്പോൾ അരുണയും സത്യമൂർത്തിയും പിന്നാലെ പോയി. അരുണ ചോദിച്ചു, ആളാരാണ്? ഏത് സ്ഥലത്തുകാരനാണ്? എന്തെങ്കിലും വിവരം ലഭിച്ചോ ഇൻസ്പെക്ടർ? ഇതുവരെ ഇല്ല മാഡം. അവൻ്റെ മൊബൈൽ നമ്പർ ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ നമ്പർ വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മുഴുവൻ വിവരങ്ങളും അറിയാൻ കഴിയാമായിരുന്നല്ലോ. മൊബൈൽ ഫോണിന്റെ നമ്പർ കണ്ടെത്താനുള്ള ശ്രമത്തിൽ സൈബർ ക്രൈം ബ്രാഞ്ചിലെ അനൂപ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നുണ്ട് മാഡം. 1 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും. വെറും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നമ്പർ എങ്ങനെ കണ്ടെത്താൻ കഴിയും? MSISDN വഴി ആ മൊബൈൽ ഫോൺ മാപ്പിംഗ് ചെയ്ത് നമ്പറും നമ്പറിന്റെ ഉടമയായ വ്യക്തിയെയും കണ്ടെത്താൻ കഴിയുമെന്ന് അനൂപ് പറഞ്ഞു. എന്ന് പറഞ്ഞ് സുധീർ മുന്നിൽ കണ്ട ഒരു ചില്ലുവാതിൽ തള്ളി തുറന്ന് ഉള്ളിലേക്ക് പോയി. നേരിയ AC കാറ്റുള്ള മുറിയുടെ മൂലയിൽ ഉയർത്തിയിട്ട ഒരു കട്ടിലിൽ തലയിൽ കനത്ത ബാൻഡേജ് കെട്ടുകളോടെ ആ യുവാവ് ചലനമില്ലാതെ കിടന്നിരുന്നു. അതിനടുത്തായി ഒരു നഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. 3 പേരെ കണ്ടതും ഗുഡ് മോർണിംഗ് പറഞ്ഞ് ദൂരെ മാറി നിന്നു. അരുണ കട്ടിലിനടുത്തെത്തി ആ യുവാവിനെ സൂക്ഷിച്ചു നോക്കി. 10 സെക്കൻഡിനുള്ളിൽ സുധീറിന് നേരെ തിരിഞ്ഞു. സോറി ഇൻസ്പെക്ടർ, ഇവനെ എനിക്കറിയില്ല. ഞാനിതുവരെ കണ്ടിട്ടേയില്ല. ആർ യു ഷുവർ മാഡം? സുധീർ സത്യമൂർത്തിയെ നോക്കി. സാർ നിങ്ങൾ നോക്കൂ. സത്യമൂർത്തി നോക്കിയിട്ട് ദൃഢമായി തലയാട്ടി. ഇവനെയൊന്നും കണ്ടതായി ഓർക്കുന്നില്ല ഇൻസ്പെക്ടർ. ഇറ്റ്സ് ഓക്കെ, വരൂ പോകാം. സുധീർ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് മാറാൻ ശ്രമിച്ചപ്പോൾ ആ നഴ്സ് അവരെ പുറകിൽ നിന്ന് വിളിച്ചു. എക്സ്ക്യൂസ് മീ സർ. 3 പേരും നിന്നു. സുധീർ ആശയക്കുഴപ്പം നിറഞ്ഞ മുഖത്തോടെ ചോദിച്ചു, എന്താ സിസ്റ്റർ?
സർ, ഒരു 5 മിനിറ്റ് മുമ്പ് ഇയാൾക്ക് നേരിയൊരു ബോധം വന്നു. എന്തോ പറയാൻ തുടങ്ങി. പുറത്തുള്ള നിങ്ങളെ വിവരമറിയിച്ച് നിങ്ങൾ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ഇയാൾക്ക് വീണ്ടും ബോധം നഷ്ടപ്പെടുമോ എന്ന ചിന്തയിൽ ഞാൻ തന്നെ അയാളോട് സംസാരിച്ചു. നിങ്ങളുടെ പേരെന്താ ചോദിച്ചു. 3 പേരും ആശയക്കുഴപ്പമുള്ള മുഖത്തോടെ നഴ്സിനെ നോക്കി. സുധീർ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ തന്റെ പേര് പറഞ്ഞോ? ഇല്ല സർ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ അയാൾ എന്നെ നോക്കി വിറയലോടെയും സംശയത്തോടെയും ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു. എന്ത് ചോദ്യം? എന്റെ അരുണയെ കാണണം, അവൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നഴ്സ് പറഞ്ഞത് കേട്ട് അരുണയുടെ ഹൃദയത്തിൽ ഒരു പ്രളയം രൂപപ്പെട്ടു. ഇൻസ്പെക്ടർ സുധീർ സ്തംഭിച്ചു നിന്നു. സിസ്റ്റർ, ഈ ആളെന്താ പറഞ്ഞതെന്ന് ഒരു തവണ കൂടി പറയാമോ? നഴ്സ് തന്റെ യൂണിഫോം പോക്കറ്റിൽ നിന്ന് ഒരു സെൽഫോൺ എടുത്തു. സർ, രോഗിക്ക് ബോധം വന്ന ഉടൻ ഞാൻ സംസാരിച്ചു. അതെന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. കാരണം ഐസിയുവിന് പുറത്തു നിൽക്കുന്ന നിങ്ങൾക്ക് വിവരം നൽകി ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും രോഗിക്ക് ബോധം നഷ്ടപ്പെടുമോ എന്നൊരു ചെറിയ ഭയം എനിക്കുണ്ടായിരുന്നു. ഞാൻ പേടിച്ചതുപോലെ 30 സെക്കൻഡ് മാത്രമേ അദ്ദേഹം സംസാരിച്ചുള്ളൂ. പിന്നെ അബോധാവസ്ഥയിലായി. ഓക്കെ, ഗുഡ് ജോബ് സിസ്റ്റർ, സുധീർ പറഞ്ഞു. ഫോണിന്റെ ഓഡിയോ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യൂ സിസ്റ്റർ. നേഴ്സ് ഓഡിയോ ഓപ്ഷൻ തിരഞ്ഞപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കിതപ്പുള്ള ഒരു ശബ്ദം കേട്ടു. ശബ്ദത്തിനിടയിൽ നേഴ്സിന്റെ പരിഭ്രാന്തമായ ശബ്ദം മുഴങ്ങി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാ വരുന്നേ? ഇപ്പോൾ കിതപ്പ് ശബ്ദം കൂടി. നേഴ്സിന്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ മുഴങ്ങി. പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താ? ഏതെങ്കിലും ഫോൺ നമ്പർ പറയാമോ? എനിക്ക് അരുണയെ കാണണം. അവൾ വന്നിട്ടുണ്ടോ? അരുണയോ? ആരാണത്? തന്റെ ശബ്ദമുയർത്തി നഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിതപ്പ് ശബ്ദം കുറഞ്ഞ് ഫോൺ നിശബ്ദമായി. രോഗി ഇത്രയും സംസാരിച്ചുള്ളൂ സർ. ഇൻസ്പെക്ടർ സുധീർ ആശയക്കുഴപ്പമുള്ള മുഖത്തോടെ അരുണിമയുടെ നേർക്ക് തിരിഞ്ഞു. എന്താ മാഡം, നിങ്ങൾ ഇവനെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലോ. അരുണയുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. കണ്ണുകളിൽ കലഹം നടക്കുന്നുണ്ടായിരുന്നു. കട്ടിലിൽ കിടന്നിരുന്ന യുവാവിനെ ഒരു ഒളികണ്ണിട്ട് അവൾ പതിയെ പെറുപെറുത്തു. ഇൻസ്പെക്ടർ. ആ, പറയൂ മാഡം. പ്രശ്നം എന്താണെങ്കിലും സംസാരിച്ച് തീർക്കാം. ഇവൻ ആരാണ്? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഇവരാരാണെന്ന് എനിക്കറിയില്ല. എന്തിനാണ് എൻ്റെ പേര് പറയുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് വീണ്ടും ബോധം വരുമ്പോൾ ഞാൻ ഇവനോട് സംസാരിക്കാം. അപ്പോഴേ സത്യം മനസ്സിലാവൂ. നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടമ്പരന്ന് ചുമരിനോട് ചേർന്ന് വിളറിയ മുഖമായി നിന്നിരുന്ന അരുണയുടെ അച്ഛൻ സത്യമൂർത്തി പതിയെ ശബ്ദമുണ്ടാക്കി. ഇൻസ്പെക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ? സുധീർ അദ്ദേഹത്തെ നോക്കി. ദയവായി ഒന്നും ഒളിക്കരുത്. പറയൂ. അരുണ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴും ഹൗസ് സർജനായി പ്രാക്ടീസ് ചെയ്യുമ്പോഴും അരുണയെ 4-5 ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുകയും അവളെ ചുറ്റിപ്പറ്റി നടക്കുകയും ചെയ്തിരുന്നു. ഞാനും അരുണയും പാലക്കാട് റോഡിൽ നടക്കാൻ പോകുമ്പോൾ കൃത്യമായി ആ സമയത്ത് ഒരാൾ ഞങ്ങളെ പിന്തുടർന്നു വരും. ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് നടക്കാൻ പോയപ്പോൾ അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇനി ഇങ്ങനെ പിന്തുടർന്നു വന്നാൽ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് മുതൽ അവൻ വന്നിട്ടില്ല. സുധീർ ഇടക്ക് കയറി. അവനാണ് ഇവനെന്ന് പറയാൻ വരികയാണോ സർ? ഇൻസ്പെക്ടർ, ഈ സംഭവം നടന്നിട്ട് 3 വർഷമായിട്ടുണ്ടാവും. എനിക്ക് അവന്റെ മുഖം പോലും ഇപ്പോൾ ഓർമ്മയില്ല. സുധീർ അരുണയുടെ നേർക്ക് തിരിഞ്ഞു. മാഡം, അച്ഛൻ പറയുന്ന ആ യുവാവിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്ഷമിക്കണം ഇൻസ്പെക്ടർ, ഈ കാര്യം ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സുധീർ കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ച നിമിഷം അദ്ദേഹത്തിന്റെ സെൽഫോൺ മ്യൂട്ട് മോഡിൽ പ്രകാശിച്ചു. ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി. സൈബർ ക്രൈം വിഭാഗത്തിലെ മുകുന്ദൻ അങ്ങേ തലയ്ക്കൽ വിളിക്കുകയായിരുന്നു. സുധീർ മുറിയുടെ ഒരു കോണിലേക്ക് പോയി പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. പറയൂ മുകുന്ദൻ. സാർ, MSISTN നമ്പർ വഴി അപകടത്തിൽപ്പെട്ട ആളുടെ ഫോൺ മാപ്പിംഗ് ചെയ്തു സർ. വിവരം കിട്ടിയോ? കിട്ടി സർ. പറയൂ, അവന്റെ പേരെന്താ? M നെൽസൺ. അഡ്രസ് നമ്പർ 379 വിവേകാനന്ദ റോഡ്, ചെറുവണ്ണൂർ, കോഴിക്കോട്. ഗുഡ് ജോബ്. നിങ്ങളിപ്പോൾ എവിടെയാ? ഓഫീസിലാണ് സർ. അവിടെ തന്നെ ഇരിക്കെ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടേക്ക് വരാം. വരൂ സർ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങേ തലയ്ക്കൽ മുകുന്ദൻ പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ സുധീറും കോള് കട്ട് ചെയ്ത് അരുണയുടെ അടുത്തേക്ക് വന്നു. മാഡം, നിങ്ങൾ വീട്ടിലേക്ക് തിരിക്കൂ. ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിനായി പുറത്തു പോവുകയാണ്. വീണ്ടും വന്ന് നിങ്ങളെ കണ്ടോളാം. 3 പേരും ഐസിയുവിൽ നിന്ന് പുറത്തിറങ്ങി. സർ, ഒരു ചെറിയ റിക്വസ്റ്റ്, അരുണ പറഞ്ഞു. എന്താ? എന്നെ എന്തെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതി. ഞാൻ തന്നെ നിങ്ങളെ വന്ന് കാണാം. ദയവായി എൻ്റെ വീട്ടിലേക്ക് വരരുത്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും മാഡം. പക്ഷേ എനിക്ക് നിങ്ങളെ ഇടയ്ക്കിടെ വിളിക്കേണ്ടി വരും. കാരണം അപകടത്തിൽപ്പെട്ടയാൾക്ക് നിങ്ങളെ അറിയാം. പക്ഷേ നിങ്ങൾക്ക് അവനാരാണെന്ന് അറിയില്ല. ഈ ആശയക്കുഴപ്പം മാറുന്നതുവരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇൻസ്പെക്ടറെ നിർത്തി ശാന്തമായ ശബ്ദത്തിൽ സംസാരിച്ച് നടന്നുപോയപ്പോൾ അരുണ ഒരു ദീർഘനിശ്വാസത്തോടെ നെറ്റിയിൽ കൈവച്ചു.
അതേ നിമിഷം അരുണയുടെ അച്ഛൻ സത്യമൂർത്തിയുടെ പോക്കറ്റിലിരുന്ന സെൽഫോൺ പതിയെ ശബ്ദമുണ്ടാക്കി. എടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി. ഡിസ്പ്ലേയിൽ ഒരു പുതിയ നമ്പർ മിന്നി മറഞ്ഞു. അരുണ ചോദിച്ചു, ഫോണിൽ ആരാ അപ്പാ? അറിയില്ല മോളെ, പുതിയൊരു നമ്പർ. സംസാരിക്കപ്പാ, അപ്പോഴല്ലേ ആരാണെന്നറിയൂ. സത്യമൂർത്തി ഫോൺ ഇടതുകാതിൽ വെച്ച് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഹലോ, ആരാണ്? അങ്ങിത്തലയ്ക്കൽ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. സംസാരിക്കുന്നത് സത്യമൂർത്തി സാറാണോ? അതെ. ആരാണ്? ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങളോടൊരു ചോദ്യം. എന്താ? അച്ഛനും മകളും ഇനിയും എത്ര മണിക്കൂർ അപകടത്തിൽപ്പെട്ട ആളെ അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യമൂർത്തി പരിഭ്രാന്തനായി. വിരലുകൾക്കിടയിലിരുന്ന സെൽഫോൺ നേരിയതായി ഒന്ന് വിറച്ചു. അങ്ങേ തലക്കിലുള്ള സ്ത്രീയോട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. നീ നീ ആരാണ്? നിങ്ങൾ എന്തായി പറയുന്നേ? അവൾ പതിയെ ചിരിച്ചു. എന്താ സാർ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അച്ഛനും മകളും ഇനിയും എത്ര മണിക്കൂർ അപകടത്തിൽപ്പെട്ട ആളെ അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. ഏയ്, നീ ആരാടി? കണ്ടോ സാർ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം വരും അല്ലേ? എന്ത് സത്യം? അതെന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് നന്നായി അറിയാം. അഭിനയം അധികം നേരം വിലപ്പോവില്ല. സത്യമൂർത്തി ആവേശം കൊണ്ട് എന്തോ പറയാൻ ശ്രമിക്കവേ അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അരുണ ആകാംക്ഷയോട് ചോദിച്ചു. ഫോണിൽ ആരാ അപ്പ അത്? സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിക്ക്. അദ്ദേഹം സ്പീക്കർ ഓൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. അറിയില്ല മോളെ, ഒരു പെണ്ണ് സംസാരിക്കുകയാണ്. നിനക്കെനിക്കും ആ അപകടത്തിൽപ്പെട്ട ആളെ അറിയാത്രേ. നമ്മൾ കള്ളം പറയുകയാണെന്ന്. അരുണ തന്റെ അച്ഛന്റെ കയ്യിലിരുന്ന സെൽഫോൺ പിടിച്ചു വാങ്ങി രൂക്ഷമായ ശബ്ദത്തിൽ ചോദിച്ചു. ആരാ നീ? എന്താ അരുണ, നിന്റെ അച്ഛന് സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. നീ തന്നെ ലൈനിൽ വന്നു. സാധാരണ പ്രായമായവർക്ക് ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ താങ്ങാൻ കഴിയില്ലല്ലോ. ഹൃദയാഘാതം വരാനും സാധ്യതയുണ്ട്. ഹേയ്, ആരടി നീ? അങ്ങേ തലക്കിൽ നിന്ന് ആ ശബ്ദം ചിരിച്ചു. അരുണ, നീയൊരു ഡോക്ടറാണ്. സംസാരത്തിൽ മര്യാദ വേണം. നിനക്കെന്തിനടി മര്യാദ? നീ ആരാണെന്ന് ചോദിച്ചു. ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഞാനാരാണെന്ന് നിനക്കറിയേണ്ട കാര്യമില്ല. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഇൻസ്പെക്ടറോട് നീ സത്യം പറയണം അരുണ. എന്തു സത്യം? ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടയാൾ ആരാണെന്ന് നിനക്കറിയാം. നിന്റെ അച്ഛനും അറിയാം. രണ്ടുപേരും ചേർന്ന് എന്തിനാണ് സത്യം മറച്ചു വയ്ക്കുന്നത്? ഒരു സത്യവും മറച്ചു വയ്ക്കേണ്ട ആവശ്യം എനിക്കോ എൻ്റെ അച്ഛനോ ഇല്ല. എവിടെയോ ഒളിഞ്ഞു നിന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരിപാടി എൻ്റെ അടുത്ത് വെക്കരുത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യു ആർ കറക്റ്റ് അരുണ. കള്ളം പറയുന്നവരെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നതാണ് എൻ്റെ ബിസിനസ്. നിനക്കും നിന്റെ അച്ഛനും 24 മണിക്കൂർ സമയം തരുന്നു. അതിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞിരിക്കണം. അതായത് ആ അപകടത്തിൽപ്പെട്ടയാൾ ആരാണെന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞിരിക്കണം. അരുണ വീണ്ടും ചുറ്റും നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ എന്തോ ചെയ്യൂടി നീ? നാളെ രാവിലെ ഈ സമയം നീയും നിന്റെ അച്ഛനുമായിരിക്കും ടൗണിലെ സംസാരം. എല്ലാ ചാനലുകളിലെയും ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് ശരിയായ ഇര നിങ്ങൾ രണ്ടുപേരുമാണ്. ഏയ്, അലറിയിട്ട് കാര്യമില്ല അരുണ. ഇനിയും 24 മണിക്കൂർ സമയമുണ്ട്. അച്ഛനും മകളും നന്നായി ആലോചിക്കേ. ഇൻസ്പെക്ടറോട് സത്യം സമ്മതിക്കേ. അങ്ങേ തലക്കിൽ നിന്ന് സംസാരിച്ചവൾ ഫോൺ കട്ട് ചെയ്തു. കടുപ്പിച്ച മുഖത്തോടെ അച്ഛൻ സത്യമൂർത്തിയെ നോക്കി. അദ്ദേഹം ഭയത്തിന്റെ നിഴൽ വീണ കണ്ണുകളോടെ അവളെ നോക്കി. ആരാ മോളെ ആ പെണ്ണ്? അറിയില്ലപ്പാ. അപകടത്തിൽപ്പെട്ട ആൾ ആരാണെന്ന് നിനക്കും എനിക്ക് അറിയാവുന്നത്രേ അവരുറപ്പിച്ചു പറയുന്നത്. അതാണപ്പാ എനിക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. 24 മണിക്കൂർ സമയവും തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ സത്യം പറയണോത്രേ. എനിക്കെന്തോ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാകുന്നു മോളെ. ധൈര്യമായിരിക്കപ്പാ. എങ്ങനെയാണ് മോളെ ധൈര്യമായിരിക്കാൻ കഴിയുക? 2 ആഴ്ച മുമ്പ് നിന്നെ പെണ്ണ് കാണാൻ വന്ന വിദേശത്തെ വരന്റെ വീട്ടുകാർ നിശ്ചയതീയതി തീരുമാനിക്കാൻ നാളെ വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാ മോളെ ധൈര്യമായിരിക്കാൻ കഴിയുക? സത്യമൂർത്തി വിഷമത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റബിൾ എബി അവരെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നടുത്തു വന്നു. മാഡം. അരുണ എന്താണെന്ന മട്ടിൽ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം മടിച്ച് മടിച്ച് തന്റെ കയ്യിലിരുന്ന ഒരു തവിട്ട് നിറമുള്ള കടലാസ് നീട്ടി. അരുണ അതിശയത്തോടെ ചോദിച്ചു. ഇതെന്താ? ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഫോർമാലിറ്റി ഫോമാണ് മാഡം. നിങ്ങളിതിലൊന്ന് ഒപ്പിടണം. ഇതൊരു ഡോക്ടറായി നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ മാഡം? ഇൻസ്പെക്ടർ ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് മാഡം, അപകടത്തിൽപ്പെട്ടയാൾ ജീവനോടെ ഇരിക്കുന്നതുവരെ ഈ ഫോം ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസ്ഥ ശരിയല്ല മാഡം. അവസ്ഥ ശരിയല്ലെങ്കിൽ? അത് പിന്നെ അപകടത്തിൽപ്പെട്ടയാൾ കോമാ സ്റ്റേജിലേക്ക് പോയെന്നും 1 മണിക്കൂറിനുള്ളിൽ എല്ലാം അവസാനിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചു മാഡം. ഈ റിപ്പോർട്ട് വന്നാൽ ഞങ്ങൾ മറ്റ് ഫോർമാലിറ്റികൾ പൂർത്തിയാക്കണം. അതിൽ ആദ്യത്തെ ഫോർമാലിറ്റിയാണിത്. അപകടം കണ്ട ഏക ദൃക്സാക്ഷി നിങ്ങളാണ്. അതിലുപരി പറയൂ.
അപകടത്തിൽപ്പെട്ടയാൾ കുറച്ചുനേരം മുമ്പ് ബോധം വന്നപ്പോൾ നിങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. എബി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യമൂർത്തി ധൃതിയിൽ ഇടയ്ക്ക് കയറി. കോൺസ്റ്റബിൾ സർ, ഞങ്ങളൊരു വക്കീലിനെ കണ്ട് സംസാരിച്ച ശേഷം ഒപ്പിടാം. കുറച്ച് സമയം തരൂ. നിങ്ങൾ പറഞ്ഞതും ഒപ്പിടാൻ അതൊരു റേഷൻ കാർഡ് അപേക്ഷയൊന്നുമല്ലല്ലോ. ക്ഷമിക്കണം സാർ, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. മാഡം ഒപ്പിട്ടില്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. നിയമങ്ങൾ അങ്ങനെയാണ്. ഇൻസ്പെക്ടർ വരുന്നതുവരെ കാത്തിരിക്കൂ. അദ്ദേഹം വന്ന ശേഷം. കോൺസ്റ്റബിൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരുണ അദ്ദേഹത്തിന്റെ നേർക്ക് കൈനീട്ടി. കോൺസ്റ്റബിൾ, ആ ഫോമും പേനയും തരൂ. ഞാൻ എവിടെയാ ഒപ്പിടേണ്ടത്? അരുണ ആ ഫോമിൽ ഒപ്പിട്ടു. കൊച്ചിയുടെ പ്രാന്തപ്രദേശത്തുള്ള ചാലക്കുടി. പേരിന് വിപരീതമായി നിറയെ കുടിലുകളും ഇടത്തരം ടെറസ് വീടുകളോടും കൂടിയാണ് കാണപ്പെട്ടത്. പോലീസ് ജീപ്പ് റോഡരികിലേക്ക് മാറ്റി. കുങ്കുമവർണം തന്റെ ശാഖകളിൽ പുരട്ടിയ മട്ടിൽ പൂത്തുനിന്നിരുന്ന ആ ഗുൽമോഹർ മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് അതിന്റെ തണലിൽ നിശബ്ദമായി നിന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കോൺസ്റ്റബിൾ എബി തിരിഞ്ഞു നോക്കി. ജീപ്പിന്റെ പുറകിലെ സീറ്റിലിരുന്ന ഇൻസ്പെക്ടർ സുധീറിനോട് പറഞ്ഞു. സർ, വലതുവശത്ത് കാണുന്ന റോഡാണ് വിവേകാനന്ദ റോഡ്. ഉള്ളിലേക്ക് പോകണോ അതോ ഇവിടെ നിർത്തണോ? യൂണിഫോം ഒഴിവാക്കി മഫ്തിയിലായിരുന്ന സുധീർ തന്റെ അടുത്തുള്ള സൈബർ ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മുകുന്ദനെ നോക്കി. എന്തും ചെയ്യാം മുകുന്ദൻ. നെൽസന്റെ വീട്ടു നമ്പർ എത്രയാണ്? 379. പോലീസ് ജീപ്പ് വീടിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ വെറുതെ ആൾക്കൂട്ടം കൂടും സാർ. ജീപ്പ് ഇവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് നടന്നു പോകാം. അതാണ് ശരി. ഇരുവരും ജീപ്പിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടന്ന് ഒരു ബേക്കറിയുടെ തുടക്കത്തിൽ കണ്ട ആ വിവേകാനന്ദ റോഡിലേക്ക് കടന്ന് വീട്ടു നമ്പറുകൾ നോക്കി നടന്നു. വഴിയിൽ കണ്ട 2 ഓടകൾ ശ്രദ്ധയോടെ കടന്ന് 20 അടി കൂടി നടന്നപ്പോഴേക്കും ഒരു വീടിന്റെ ചെറിയ കോമ്പൗണ്ട് ഗേറ്റിന്റെ വാതിലിൽ 379 എന്ന് കാണാമായിരുന്നു. മുകുന്ദൻ കൈ ചൂണ്ടി. സർ, ഈ വീടാണ്. ഇരുവരും വീടിനടുത്തേക്ക് ചെന്ന് പെയിന്റ് അടർന്നു പോയി തുരുമ്പെടുക്കുന്ന അവസ്ഥയിലായിരുന്ന കോമ്പൗണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. TV ഉച്ചത്തിൽ വെച്ച് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ആ മധ്യവയസ്കയായ സ്ത്രീ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആരാ? നെൽസൺ വീട്ടിലില്ലേ? നിങ്ങൾ? നെൽസന്റെ കൂട്ടുകാരാണ്. ആ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എന്ത് കൂട്ടുകാരോ? ആ അതെ, തൃപ്പൂണിത്തറയിലേക്ക് പോവുമായിരുന്നു. ഈ വഴി പോയപ്പോ വീട്ടിലൊന്ന് കയറാന്ന് കരുതി. അതുകൊണ്ട് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നതാണ്. അവസാനമായി നെൽസനെ നിങ്ങൾ എന്നാ കണ്ടേ? ആ സ്ത്രീക്ക് സംശയം തോന്നാതിരിക്കാൻ മടിക്കാതെ സുധീർ പറഞ്ഞു. ഒരു 3 മാസമായിട്ടുണ്ടാവും. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി ഇപ്പോൾ ഒരു ചിരിയായി മാറി. പടിയിറങ്ങി അവൾ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ശരിക്കും നെൽസന്റെ കൂട്ടുകാരാണോ? എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ചോദിക്കാതെ എന്തു ചെയ്യും? അവൻ എൻ്റെ അനുജനാണ്. വലിയ കുടിയനായിരുന്നു. 3 നേരവും കള്ളഷാപ്പിൽ പോയി കുടിച്ച് കരട് പോയി രക്തം ഛർദ്ദിച്ചു മരിച്ചു. അവൻ മരിച്ചിട്ട് 1 വർഷാകാൻ പോകുന്നു. നിങ്ങൾ കൂട്ടുകാരാണെന്ന് പറയുന്നു. എങ്ങനെ അവൻ മരിച്ചത് നിങ്ങൾ അറിയാതെ പോയി? സുധീർ ഏതാനും നിമിഷം മൗനമായി നിന്നിട്ട് ആ സ്ത്രീയെ നോക്കി പറഞ്ഞു. ഞങ്ങൾ പോലീസാണ്. സുധീർ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖം മാറി. ശബ്ദമിടറി. ഒരു പതർച്ചയോടെ അവൾ 2 അടി മുന്നോട്ട് വന്നു. എന്താ വിഷയം സാർ? പറയാം. നിങ്ങളുടെ പേരെന്താ? മേരി. നെൽസൺ നിങ്ങളുടെ അനുജനാണോ? ആ അതെ. അദ്ദേഹം എപ്പോഴാ മരിച്ചതെന്ന് പറഞ്ഞത്? കഴിഞ്ഞ വർഷം. മരണകാരണം കുടിയായിരുന്നു? അതെ സർ. 3 നേരവും കുടിക്കും. ലിവർ കേടായി അവസാനം രക്തം ഛർദ്ദിച്ചു. ഡോക്ടർ മോഹൻ പ്രസാദാണ് ചികിത്സിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച്. അതൊന്നും വേണ്ട. ഈ സെൽഫോൺ നമ്പർ നെൽസന്റേതാണോ എന്നൊന്ന് നോക്കി പറയാമോ? സൈബർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായി മുകുന്ദൻ തന്റെ കയ്യിലിരുന്ന ഒരു കടലാസ് കഷ്ണം നീട്ടി. മേരി അത് വാങ്ങി സെൽഫോൺ നമ്പർ വായിച്ച് തലയാട്ടി. ആ അതെ സർ, ഇത് അവന്റെ ഫോൺ നമ്പറാണ്. നെൽസൺ ഉപയോഗിച്ച സെൽഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സർ. ആ ഫോൺ ഇപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അറിയില്ല സർ. നെൽസൺ മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവന്റെ സെൽഫോൺ എവിടെയാണെന്ന് അവന്റെ റൂമിനുള്ളിൽ പോയി തിരഞ്ഞു നോക്കിയത്. ഫോണ് കിട്ടിയില്ല. എവിടെ കളഞ്ഞതാണെന്ന് ഓർത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഞാൻ നിർത്തി. ഇപ്പോൾ ആ സെൽഫോൺ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? സുധീർ ഇടയ്ക്ക് കയറി. പ്രശ്നമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഷർട്ട് പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്ത് ഗാലറി ഓപ്ഷനിൽ പോയി ഒരു ഫോട്ടോ വലുതാക്കി കാണിച്ചു. ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾക്കറിയാമോ? മേരി ഫോൺ വാങ്ങി നോക്കിയിട്ട് ആരോ ആശുപത്രി ബെഡിൽ കിടക്കുന്നത് പോലെയാണല്ലോ എന്ന് പറഞ്ഞു. ഇന്നലെ കരിങ്കുന്നത്തിനടുത്ത് നടന്ന ഒരു അപകടത്തിൽ തലയ്ക്കടിയേറ്റ് റോഡരികിൽ ബോധമില്ലാതെ കിടന്നയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ കയ്യിലാണ് നിങ്ങളുടെ അനുജൻ നെൽസന്റെ സെൽഫോൺ ഉണ്ടായിരുന്നത്. ഇപ്പൊ പറ, ഇവൻ ആരാണെന്നറിയാമോ?
മേരി സെൽഫോൺ സ്ക്രീനിൽ സൂം ചെയ്ത ഫോട്ടോ ഏതാനും നിമിഷം ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു. ഇല്ല സർ, ഈ ആളെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. നോക്കി സർ, ഈ ഫോട്ടോയിലെ ആളെ എനിക്കറിയില്ല. ശരി, ഈ ഫോട്ടോ നോക്കൂ. ഇൻസ്പെക്ടർ സുധീർ നെൽസന്റെ സെൽഫോൺ എടുത്ത് അതിലുണ്ടായിരുന്ന സ്ക്രീൻ ലോക്ക് പേജിലെ അരുണയുടെ ഫോട്ടോ കാണിച്ചു. മേരി അത് നോക്കി നെറ്റിച്ചുളിച്ചു. ആരാണ് ഈ പെണ്ണ്? ഇവർ ഒരു ഡോക്ടറാണ്. പേര് അരുണ. ഇവരെ അറിയാമോ? അറിയില്ല സർ. നോക്കൂ, ഇപ്പോ അറിയില്ല അറിയില്ല എന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ സത്യം കണ്ടുപിടിച്ച ശേഷം അറിയാമെന്ന് പറഞ്ഞാ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. വെറുതെ കള്ളം പറഞ്ഞ് പ്രശ്നത്തിൽ കുടുങ്ങരുത്. സർ, നെൽസൺ ജീവിച്ചിരുന്ന കാലത്തോളം ഞാൻ ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല. കുടിച്ചിട്ട് വന്ന് എന്നെ തല്ലുമായിരുന്നു. അവൻ മരിച്ച ശേഷം മാത്രമാണ് എനിക്ക് സമാധാനമുള്ളത്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? കഴിച്ചു സർ. കെട്ടിയവൻ ശരിയല്ല. പുറത്ത് മറ്റൊരു സ്ത്രീയോടൊപ്പം വേറെ കുടുംബമായി ജീവിക്കാണ്. വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. വരൂ സർ. ഇരുവരും ഷൂ അഴിച്ചു വെച്ച് വീടിനുള്ളിലേക്ക് കടന്നു. 10 മിനിറ്റിന് ശേഷം അവർ പുറത്തിറങ്ങി. കണ്ണുകളിൽ വിഷാദഭാവത്തോടെ നിന്നിരുന്ന മേരിയെ സുധീർ നോക്കി. പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചില്ല. പക്ഷേ വീണ്ടും ഇവിടേക്ക് വരേണ്ടി വരും. മുകുന്ദനും സുധീറും തെരുവിലിറങ്ങി 1 മിനിറ്റ് നടന്ന് ചാലക്കുടി മെയിൻ റോഡിലെത്തി. പോലീസ് ജീപ്പിനടുത്ത് ചെന്ന് പുറകിലെ സീറ്റുകളിൽ കയറിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കോൺസ്റ്റബിൾ എബിയുടെ തോളിൽ സുധീർ തൊട്ടു. ജീപ്പ് എടുക്കൂ എബി. എബിയിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. സുധീർ വീണ്ടും എബിയുടെ തോളിൽ പിടിച്ചമർത്തി. എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എബിയുടെ ശരീരം ചരിഞ്ഞ് അടുത്ത സീറ്റിൽ മലർന്നു കിടന്നു. സുധീറും മുകുന്ദനും ഞെട്ടലോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റബിളിന്റെ വായ്ക്കുള്ളിൽ നിന്ന് രക്തം താടിയിലൂടെ ഒലിച്ച് കഴുത്തിലേക്കിറങ്ങി. കറുത്ത രക്തം. പോലീസ് കമ്മീഷണർ ഗിരിധരൻ തന്റെ മുന്നിലിരുന്ന കസേരകളിൽ നേർരേഖ പോലെ നിവർന്നിരുന്ന ഇൻസ്പെക്ടർ സുധീറിനെയും സൈബർ ക്രൈംബ്രാഞ്ച് മുകുന്ദനെയും ഒരു നോട്ടം കൊണ്ട് അളന്നു നോക്കി ചോദിച്ചു. കോൺസ്റ്റബിൾ എബിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും അസാധാരണത്വം കണ്ടോ? അദ്ദേഹത്തിന്റെ രക്തത്തിൽ കാർബൺ മോണോക്സൈഡ് കലർന്നതുകൊണ്ടാണ് ശ്വാസം മുട്ടലുണ്ടായി മരണം സംഭവിച്ചതെന്ന് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർ. രക്തം കറുപ്പ് നിറമായതിന് എന്താ കാരണം? ഇൻസ്പെക്ടർ സുധീർ തന്റെ കയ്യിലിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുറന്ന് ഡോക്ടർമാർ എഴുതിയിരുന്ന ഒരു ഇംഗ്ലീഷ് വാചകം കാണിച്ചു. കമ്മീഷണർ ഗിരിധരൻ അത് വാങ്ങി വായിച്ചു. മലയാള പരിഭാഷ മനസ്സിലൂടെ പോയി. രക്തത്തിലുള്ള എളുപ്പത്തിൽ അലിയുന്ന പ്രോത്രോംബിൻ എന്ന പദാർത്ഥം 13 ഘടകങ്ങളുടെ സഹായത്തോടെ ലയിക്കാത്ത ത്രോംബിൻ എന്ന പദാർത്ഥമായി മാറുകയും രക്തത്തിന്റെ ചുവപ്പ് നിറം നശിപ്പിച്ച് കറുപ്പാക്കുകയും ചെയ്യുന്നു. ഗിരിധരൻ തന്റെ വിശാലമായ നെറ്റി ഇടത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ഉഴിഞ്ഞുകൊണ്ട് സുധീറിനോട് ചോദിച്ചു. കാർബൺ മോണോക്സൈഡ് ഒരു വിഷവായുവാണ്. അതെങ്ങനെ പോലീസ് ജീപ്പിൽ വന്നു? പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു സർ. ആ, അതെന്താ സുധീർ? കോൺസ്റ്റബിൾ എബി പോലീസ് ജീപ്പിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹത്തെ വകവരുത്താനുള്ള ശ്രമത്തിൽ ഹൈ പ്രഷർ സ്പ്രേയർ ആരെങ്കിലും ഉപയോഗിച്ച് കാർബൺ മോണോക്സൈഡ് വാതകം അദ്ദേഹത്തിന്റെ മുഖത്ത് സ്പ്രേ ചെയ്തതാകാമെന്നതാണ് ഡോക്ടറുടെ നിഗമനം. കമ്മീഷണർ ഗിരിധരന്റെ ശരീരം യാന്ത്രികമായി നിവർന്നു. അങ്ങനെയൊരു പ്രഷർ സ്പ്രേ ഉണ്ടോ? ഉണ്ട് സർ. വിദേശ രാജ്യങ്ങളിൽ, പ്രധാനമായും അമേരിക്കയിൽ, ന്യൂയോർക്കിലെ പ്രൊഫഷണൽ കൊലയാളികൾ കാർബൺ മോണോക്സൈഡ് വാതകം നിറച്ച ഹൈ പ്രഷർ സ്പ്രേയറുകൾ ഉപയോഗിച്ചാണ് ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രധാന വ്യക്തികളെ വകവരുത്തതെന്ന് ഇന്റർനാഷണൽ ക്രൈം അക്യൂറൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗിരിധരന്റെ മുഖത്ത് അതിശയം നിറഞ്ഞു. കോൺസ്റ്റബിൾ എബിയെ ഇങ്ങനെ കൊലപ്പെടുത്താൻ എന്താ കാരണം? അറിയില്ല സർ. ആ കരിങ്ങല്ലൂർ ബൈക്ക് അപകട കേസ് അന്വേഷിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ബൈക്കിൽ വന്ന് അപകടത്തിൽപ്പെട്ടയാൾ ആരാണെന്ന് ഇതുവരെ അറിവായിട്ടില്ല. അവനിപ്പോൾ ജീവനോടെയുമില്ല. അവന്റെ സെൽഫോണിൽ ഡോക്ടർ അരുണയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അവനാരാണെന്നറിയില്ല. അതേസമയം അപകടത്തിൽപ്പെട്ടയാൾക്ക് ഒരു 30 സെക്കൻഡ് ബോധം വന്നപ്പോൾ അവൻ ഡോക്ടർ അരുണയുടെ പേര് പറഞ്ഞ് അവർ ആശുപത്രിയിലേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അവനങ്ങനെ സംസാരിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് തന്റെ സെൽഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. അതാണ് ഈ കേസിൽ ഏറ്റവും ശക്തമായ തെളിവ്. യു ആർ കറക്റ്റ് സുധീർ. ഷി ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു. കൂടുതലായി ഡോക്ടർ അരുണയെക്കുറിച്ച് ചെറിയൊരു സംശയമുണ്ട് സുധീർ. അവരുടെ സംസാരവും ബോഡി ലാംഗ്വേജും അത്ര ശരിയായി തോന്നുന്നില്ല. അരുണയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയം എങ്ങനെയുള്ളതാണ് സർ? അതിപ്പോഴും എനിക്ക് പിടിയിട്ടിട്ടില്ല. റോഡിലൊരു അപകടം നടന്നാൽ അത് കണ്ടിട്ടും കാണാതെ പോകുക എന്നതാണ് ഇന്നത്തെ മനുഷ്യരുടെ മനോഭാവം. പക്ഷെ ഡോക്ടർ അരുണ ആ രാത്രി സമയത്ത് ഹൈവേ റോഡിൽ ഒരു അപകടം കണ്ടിട്ടും അല്പം പോലും ഭയപ്പെടാതെ പോലീസിന് വിവരം നൽകുകയും അതേ സ്ഥലത്ത് പോലീസ് വരുന്നത് വരെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാകാൻ എന്ന് പറയാൻ വരികയാണോ സർ? യെസ്, ദർ മസ്റ്റ് ബി എ റീസൺ ഫോർ ദാറ്റ്. സർ, അരുൺ ഒരു ഡോക്ടറാണ്.
ജീവന്റെ മൂല്യം ഒരു ഡോക്ടർക്കേ അറിയൂ. ഷീ ഹാസ് ഡൺ ഹെർ ഡ്യൂട്ടി ആസ് എ ഡോക്ടർ. എന്റെ കാഴ്ചപ്പാടിൽ അപകടത്തിൽപ്പെട്ട ആളാണ് തെറ്റുകാരൻ. അവൻ ഓടിച്ചത് മോഷ്ടിച്ച ബൈക്കാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന സെൽഫോണും മോഷ്ടിച്ചതാണ്. അതായത് നെൽസൺ എന്ന കുടിയന്റെ സെൽഫോൺ. ആ നെൽസന്റെ ഫോൺ അപകടത്തിൽപ്പെട്ടയാളാണ് അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവനും ഡോക്ടർ അരുണമ്മയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതുകൊണ്ടാണ് അവന് ബോധം വന്നപ്പോൾ അരുണ എന്നെ കാണാൻ വന്നില്ലേ എന്ന് ചോദിച്ചത്. ഇത്രയും ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺസ്റ്റബിൾ എബി പോലീസ് ജീപ്പിൽ വെച്ച് കാർബൺ മോണോക്സൈഡ് നൽകി കൊല്ലപ്പെട്ടു. ഇതാണിപ്പോൾ ഏറ്റവും വലിയ ആശയക്കുഴപ്പമായി എനിക്ക് തോന്നുന്നത്. കമ്മീഷണർ ഗിരിധരൻ ഏതാനും നിമിഷങ്ങൾ ആലോചിച്ച ശേഷം സുധീറിനെയും മുകുന്ദനെയും നോക്കി. ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ അപകടത്തിൽപ്പെട്ടയാൾ ആരാണെന്നറിയണം. അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? സർ, എല്ലാ മാധ്യമങ്ങൾക്കും അവന്റെ ഫോട്ടോ നൽകിയിട്ടുണ്ട് സർ. 3 പ്രധാന TV ചാനലുകൾ 1 മണിക്കൂർ ഇടവിട്ട് ഫോട്ടോ സഹിതം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അടുത്ത 2 ദിവസത്തിനുള്ളിൽ അവൻ ആരാണ്, ഏത് സ്ഥലത്താണ് എന്ന വിവരം ലഭിച്ചേക്കാം സർ. അതുവരെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. യെസ് സർ, വി ഹാവ് ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു ശക്തമായ നടപടി എടുത്താൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പുറത്തു വരൂ. പാൽ ഗ്ലാസ് ടീപ്പോയിൽ വെച്ച അരുണ കട്ടിലിരുന്ന തന്റെ അച്ഛൻ സത്യനാരായണന്റെ നേർക്ക് തിരിഞ്ഞു. അപ്പാ, BP-യുടെ ഗുളിക കഴിച്ചോ? പാല് ചൂടാറിയിട്ടുണ്ട്. കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ. സമയം എത്രയായെന്നറിയാമോ? 11 ആകാൻ പോകുന്നു. ശരി മോളെ. ആ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഓർത്ത് വിഷമിക്കരുത്. കേട്ടോ അപ്പാ? അരുണ മുറിയിൽ നിന്ന് മാറിയപ്പോൾ ഏതാനും നിമിഷം മൗനമായിരുന്ന സത്യമൂർത്തി പാലെടുത്ത് കുടിച്ചിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. ശേഷം തന്റെ സെൽഫോൺ എടുത്ത് ഒരു കടലാസിൽ എഴുതിയിരുന്ന നമ്പർ നോക്കി ശ്രദ്ധയോടെ ഡയൽ ചെയ്ത് ഹാൻഡ്സെറ്റ് ചെവിയിൽ വെച്ചു. അങ്ങേ തലയ്ക്കൽ റിങ് പോയി ഒരു സ്ത്രീയുടെ ശബ്ദം പതിയെ മുഴങ്ങി. യെസ്, നിങ്ങളുടെ ഫോൺ കോളാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. സത്യമൂർത്തി ശബ്ദം താഴ്ത്തി. നീയാണോ ശരിക്കും 10 മണിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അങ്ങേ തലയ്ക്കൽ നിന്ന് ആ ശബ്ദം ചിരിച്ചു. സൂക്ഷിക്കണം, നിങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് നിങ്ങളുടെ മകൾ അരുണ അറിഞ്ഞേക്കും. അവൾ അറിയില്ല. അരുണ പാൽ ഗ്ലാസ് വെച്ച് കോവണിപ്പടി കയറി അവളുടെ മുറിയിലേക്ക് പോയി. ഇനി നാളെ രാവിലെ മാത്രമേ അവൾ താഴേക്ക് ഇറങ്ങി വരൂ. എന്തായാലും ഒരു തവണ നിങ്ങൾ പോയി നോക്കൂ. നിങ്ങളുടെ മകൾ അത്ര നിസ്സാരക്കാരിയല്ല. 1 മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സെൽഫോൺ ടീപ്പോയിൽ വെച്ച് എഴുന്നേറ്റ് പോയി മുറിയുടെ വാതിൽ തുറന്ന് എത്തി നോക്കി. ഹാൾ ഇരുട്ടിലായിരുന്നു. അരുണയുടെ മുകളിലത്തെ മുറിയിൽ ജനലിൽ വെളിച്ചമുണ്ടായിരുന്നു. സത്യമൂർത്തി വീണ്ടും മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ വന്നിരുന്ന് സെൽഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. അരുണ അവളുടെ മുറിയിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കാമോ? സംസാരിക്കാം എന്ന് സത്യമൂർത്തി പറഞ്ഞു. സെൽഫോണിൽ ആ സ്ത്രീയുടെ ശബ്ദം ഒരു ചെറു ചിരിയോടെ തുടർന്നു. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. സത്യമൂർത്തിക്ക് ദേഷ്യം വന്നു. നോക്ക്, നിങ്ങളുടെ അഭിനന്ദനം എനിക്ക് ആവശ്യമില്ല. നേരിട്ട് കാര്യത്തിലേക്ക് വാ. അപകടത്തിൽപ്പെട്ടയാളെ അറിയില്ലെന്ന് എന്റെ മകൾ അരുണ പറയുന്നു. അരുണയ്ക്ക് അവനെ അറിയാമെന്ന് നീ പറയുന്നു. ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ വേണ്ടത് മനസ്സമാധാനാണ്. ആ ഒരു കാരണത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ച് സംസാരിക്കുന്നത്. ആ മനസ്സമാധാനം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുമ്പ് നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം മിസ്റ്റർ സത്യമൂർത്തി. എന്താ? നിങ്ങളുടെ മകൾ അരുണ പുറം ലോകത്തിനൊരു ഡോക്ടറായിരിക്കാം. എന്നാൽ അവളുടെ മറ്റൊരു ലോകം രഹസ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയണോ? നീ ഒന്നും പറയണ്ട. നിങ്ങൾക്കറിയാമെന്ന് പറയാൻ വരികയാണോ? സത്യമൂർത്തി മൗനം പാലിച്ചു. സെൽഫോണിലെ അങ്ങേ തലയ്ക്കൽ ആ സ്ത്രീ ശബ്ദം വളരെ താഴ്ന്നു. അനാവശ്യമായി നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അരുണയെക്കുറിച്ച് നീ ഇനി സംസാരിക്കരുത്. എനിക്കോ അരുണയ്ക്കോ ഫോൺ ചെയ്യരുത്. നിനക്ക് എത്ര പണം വേണം പറ. അങ്ങേ തലയ്ക്കലെ ശബ്ദം ചിരിച്ചു. നിങ്ങൾ തന്നെ നേരിട്ട് കാര്യത്തിലേക്ക് വന്നു. ഞാനൊരു തുക പറയും, അതിനുശേഷം വില പേശരുത്. ആദ്യം തുക എത്രയാണെന്ന് പറയൂ. വെറും 10 ലക്ഷം മാത്രം. ഒരു വലിയ തുക ഞാൻ ആവശ്യപ്പെട്ട അത് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ശരി, നീ ചോദിച്ചത് ഞാൻ തരാം. പണം എവിടെ കൊണ്ടുവരണം? പണം എപ്പോഴാ റെഡിയാവുക? നാളെ രാവിലെ ബാങ്കിൽ പോയി വിഡ്രോ ചെയ്തിട്ട് വരാം. നിങ്ങളുടെ മകൾ അരുണയെ ഈ വിഷയം അറിയിക്കാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതൊക്കെ എനിക്കറിയാം. അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. പോലീസിലും ഈ വിവരം എത്തില്ല. ഞാനതിന് ഉറപ്പു തരാം. സത്യമൂർത്തി എന്നു പേരുള്ള നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് കരുതുന്നു. നിനക്ക് വേണ്ടത് പണം, എനിക്ക് വേണ്ടത് മനസ്സമാധാനം. നാളെ എത്ര മണിക്ക് എവിടെ പണം കൊണ്ടുവന്ന് തരണം പറയൂ. നാളെ രാവിലെ ഞാൻ തന്നെ ഫോൺ ചെയ്ത് പറയാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു 1 ടൈം യൂസ് സിം കാർഡ് വഴിയാണ്.
ഈ നമ്പർ വെച്ച് സിം കാർഡിന്റെ ജാതകം എവിടെയാണെന്ന് തിരഞ്ഞു നടക്കുന്ന പരിപാടിയൊന്നും വേണ്ട. നാളെ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ അത് മറ്റൊരു വൺ ടൈം യൂസ് സിം കാർഡായിരിക്കും. എല്ലാം ചൈനയുടെ സംഭാവന. ഇതു കേൾക്കൂ. നീ ആരാണ്, എവിടെയാണ് എന്നതൊന്നും എനിക്ക് ആവശ്യമില്ല. നീ അരുണയുടെ കാര്യത്തിൽ ഇടപെടരുത്, അത്രമാത്രം. അരുണ നാളെ രാവിലെ 9 മണിക്ക് ക്ലിനിക്കിലേക്ക് പോകും. അതിനുശേഷം നീ എന്നെ വിളിക്കേ. ഞാനൊരു 10 മണിയോടെ വിളിക്കട്ടെ? വിളിക്കേ. സത്യമൂർത്തി സെൽഫോൺ ഓഫ് ചെയ്ത് ജനലിനടുത്ത് പോയി നിന്ന് അരുണയുടെ മുകളിലത്തെ മുറിയിലേക്ക് നോക്കി. മുറിയുടെ ചില്ല് ജനലിൽ വെളിച്ചമുണ്ടായിരുന്നു. ടിവിയിൽ IPL ക്രിക്കറ്റിന്റെ ആരവം കേട്ടു. സത്യമൂർത്തി ഒരു ദീർഘനിശ്വാസം വിട്ടു. എത്ര വലിയ പ്രശ്നത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് അറിയാതെ ഈ കുട്ടിക്ക് എങ്ങനെ ക്രിക്കറ്റ് മാച്ച് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നു? രാവിലെ 9 മണി. 3 ഇഡ്ഡലിയോടെ പ്രഭാത ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ കൈകഴുകിക്കൊണ്ടിരുന്ന അരുണ വീടിന്റെ മുന്നിൽ പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നത് കണ്ട് ഹാളിലേക്ക് വന്നു. സോഫയിലിരുന്ന് അന്നത്തെ പത്രം മറിച്ചുകൊണ്ടിരുന്ന സത്യമൂർത്തിയെ കണ്ടു. മകളോട് ചോദിച്ചു, എന്താ മോളെ, ക്ലിനിക്കിലേക്ക് പോകാൻ ഒരുങ്ങിയോ? പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നു അപ്പാ. എന്താ മോളെ പറയുന്നേ? ദേ, ഇൻസ്പെക്ടർ സുധീർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ പുതുതായി എങ്ങനെയുള്ള അണുബോംബ് വെച്ചിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. സത്യമൂർത്തി സ്തംഭിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുധീർ അകത്തേക്ക് വന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു ചെറുപ്പക്കാരനെയും കണ്ടു. കണ്ണുകളിൽ നേരിയൊരു ഭയം കണ്ടു. സുധീർ നിറഞ്ഞു പുഞ്ചിരിച്ച് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ക്ഷമിക്കണം മാഡം, യൂണിഫോമിൽ വരേണ്ടി വന്നു. നോ ഇഷ്യൂസ്, അതൊരു തെറ്റായ കാര്യമല്ലല്ലോ. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ബൈ ദ ബൈ, എനിക്ക് നിങ്ങളോട് 5 മിനിറ്റ് ഒന്ന് സംസാരിക്കണം. സംസാരിക്കാനോ അതോ ചോദ്യം ചെയ്യാനോ? നിങ്ങളെങ്ങനെ എടുത്താലും കുഴപ്പമില്ല മാഡം. ദയവായി ആദ്യം ഇരിക്കൂ ഇൻസ്പെക്ടർ. ഒരു താങ്ക് യു പറഞ്ഞ് സുധീർ സോഫയിലിരുന്നു. ആ യുവാവ് അടുത്തുള്ള കസേരയിൽ മടിയോടെ ഇരുന്നു. അരുണ ഇരുന്നു കൊണ്ട് സുധീറിനെ നോക്കി. പറയൂ ഇൻസ്പെക്ടർ, എന്താ കാര്യം? സുധീർ ഏതാനും നിമിഷം മൗനമായി നിന്നിട്ട് പറഞ്ഞു, മാഡം, ആ ബൈക്ക് അപകടത്തിൽ മരിച്ചയാൾ ആരാണെന്ന് അറിവായി. അവന്റെ പേര് മുകേഷ്. സ്വന്തം നാട് വിജയവാഡ. ജോലി തേടി കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളത്ത് വന്നത്. ഇവന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇവൻ മുകേഷിന്റെ കൂട്ടുകാരൻ ശ്രീനി. വൈറ്റിലിൽ ഒരു വീടെടുത്ത് താമസിച്ച് IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിന് മുമ്പ് ഗുരുവായൂരിലേക്ക് പോയവൻ ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇവൻ വരുമ്പോൾ മുകേഷിനെ വീട്ടിൽ കണ്ടില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് വീട് തുറന്നു. വീട്ടിൽ കിടന്ന 2 ദിവസത്തെ ന്യൂസ് പേപ്പറുകൾ വായിച്ചു നോക്കിയപ്പോഴാണ് മുകേഷ് അപകടത്തിൽ മരിച്ച വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം നൽകി. അവർ എന്നെ അറിയിക്കുകയും ഇവനെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു. നിങ്ങൾ ഉടൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോ? വേറെ വഴിയില്ല മാഡം. കാരണം ഈ കേസിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് സത്യമാണോ കള്ളമാണോ എന്നറിയണ്ടേ? അരുണ ആ യുവാവ് ശ്രീനിയുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങളുടെ കൂട്ടുകാരൻ മുകേഷ് ഒരു 2 വീലർ കള്ളനാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അറിയില്ല മാഡം. ഇപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കോളേജിൽ പഠിക്കുമ്പോൾ അവൻ നല്ല ടൈപ്പായിരുന്നു. എങ്ങനെയോ വഴിതെറ്റിപ്പോയെന്ന് തോന്നുന്നു. 6 മാസത്തിന് മുമ്പ് എറണാകുളത്ത് വന്ന് എന്നെ കണ്ടു. അവന്റെ സെൽഫോണിന്റെ സ്ക്രീൻ ലോക്ക് പേജിലുണ്ടായിരുന്ന നിങ്ങളുടെ ഫോട്ടോ എനിക്ക് കാണിച്ച് ഷീ ലവ്സ് മീ, ഐ ഓൾസോ ലവ് ഹെർ എന്ന് പറഞ്ഞു. വളരെ രസകരം, അരുണ പറഞ്ഞു. ചുണ്ടുകളിൽ ഒരു വലിയ ചിരി അനായാസമായി പരന്നിരുന്നു. ഇൻസ്പെക്ടർ സുധീർ അല്പം ദേഷ്യത്തോടെ ശബ്ദം ഉയർത്തി. മാഡം, മുകേഷിന്റെ കൂട്ടുകാരൻ ശ്രീനി പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഐ വാണ്ട് ദി റൈറ്റ് ആൻസർ. നിങ്ങൾ ശരിയായ ഉത്തരം നൽകാത്ത പക്ഷം ഞാൻ അടുത്തതായി ചില നിയമപരമായ നടപടികൾ എടുക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ നന്നായിരിക്കും ഇൻസ്പെക്ടർ. ചോദിക്കും മാഡം. മുകേഷിന്റെ കയ്യിലുണ്ടായിരുന്നത് മോഷ്ടിച്ച ബൈക്കായിരുന്നില്ലേ? അതെ. സെൽഫോണും മോഷ്ടിച്ചതായിരുന്നല്ലോ? ആ, അതെ. ആ മോഷ്ടിച്ച സെൽഫോണിലെ ലോക്ക് സ്ക്രീനിൽ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാനും മുകേഷും ലവേഴ്സ് എന്ന നിഗമനത്തിലെത്തുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻസ്പെക്ടർ. ആ മുകേഷ് അവന്റെ കൂട്ടുകാരൻ ശ്രീനിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കളിയായി പറഞ്ഞിരിക്കാമല്ലോ. ശ്രീനി ഇടയ്ക്ക് കയറി. മാഡം, നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ മുകേഷിനോട് ചോദിച്ചത്. അരുണ ശ്രീനിയുടെ നേർക്ക് തിരിഞ്ഞു. പരിഹാസത്തോടെയുള്ള ശബ്ദത്തിൽ ചോദിച്ചു, ഈസ് ഇറ്റ്? അതിനവൻ എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചു വന്ന് നിനക്ക് മുന്നിൽ നിന്നാലേ നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അരുണയുടെ ചുണ്ടുകൾ ചിരിയിൽ വിടർന്നു. ഓ, അത്രത്തോളം അവൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ സുധീർ ദേഷ്യപ്പെട്ടു. മാഡം, ഈ മുകേഷിന്റെ കാര്യം നിങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഹൈവേ അപകട കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസം പോലും പൂർത്തിയായിട്ടില്ല. അതിനിടയിൽ കോൺസ്റ്റബിൾ അബി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു.
ഇതിനും മുകേഷ് അപകടത്തിൽപ്പെട്ട സംഭവത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് കമ്മീഷണർ കരുതുന്നു. ഈ കേസിലുള്ള ഒരേയൊരു ദുരൂഹമായ കാര്യം നിങ്ങൾക്കും മുകേഷിനും ഇടയിൽ എങ്ങനെയുള്ള ബന്ധമായിരുന്നു എന്നതാണ്. അത് നിങ്ങൾ തന്നെ പറയണം. അരുണ തലകുലുക്കി എ ബിഗ് സോറി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു. എന്തിനാ സോറി? എന്റെ വീട്ടിൽ നിങ്ങൾ രണ്ടാമത്തെ തവണ വന്ന് എനിക്ക് ബന്ധമില്ലാത്ത ഒരാളെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? എനിക്ക് മുകേഷ് എന്നയാളെ അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ. അതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ അരുണ തന്റെ കൈത്തണ്ടയിലുണ്ടായിരുന്ന റിസ്റ്റ് വാച്ച് നോക്കിയിട്ട് സംസാരം തുടർന്നു. ഞാനിപ്പോൾ ക്ലിനിക്കിലിരിക്കേണ്ട സമയമാണ്. അപ്പോയിൻമെന്റ് എടുത്ത രോഗികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. ഷാൽ ഐ മൂവ്? ദേഷ്യത്തോടെയും കോപത്തോടെയും സുധീർ എഴുന്നേറ്റു. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പുറപ്പെട്ടോളൂ മാഡം. പക്ഷെ നാളെയും ഞാൻ വരും. അങ്ങനെ വരുമ്പോൾ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. വിത്ത് പ്ലഷർ ഇൻസ്പെക്ടർ. നാളെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൊണ്ടുവന്നാൽ നന്നായിരിക്കും. കാരണം നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം അറിയില്ല. അരുണ പറഞ്ഞിട്ട് തന്റെ അടുത്ത് പരിഭ്രമിച്ച മുഖത്തോടെ സോഫയെ ചാരിയിരുന്ന തന്റെ അച്ഛനെ നോക്കി. മാഡം, ഞങ്ങൾ ഇറങ്ങാണ്. നാളെ കാണാം. സുധീർ ആകെ ചുവന്നു തൊടുത്ത മുഖത്തോടെ പുറത്തേക്കിറങ്ങി. വാതിക്കൽ നിന്നിരുന്ന ജീപ്പിൽ കയറുമ്പോൾ പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ടു. സർ. സുധീർ തിരിഞ്ഞു. ശ്രീനി മടിച്ച് മടിച്ച് ശബ്ദത്തിൽ ചോദിച്ചു. സർ, ഞാൻ സ്റ്റേഷനിലേക്ക് വരേണ്ടതുണ്ടോ? വേണ്ട, നിങ്ങൾ ഓഫീസിലേക്ക് പൊക്കോളൂ. ഞാൻ വീണ്ടും ഫോൺ ചെയ്യുമ്പോൾ മാത്രം വന്നാൽ മതി. സർ, ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടാൽ എനിക്ക് കുറച്ച് പേടിയാവുന്നു. ആരാണ് സത്യം പറയുന്നതെന്ന് അറിയില്ല. നിങ്ങളെ പേടിക്കാതെ പോകൂ. 2 ദിവസത്തിനുള്ളിൽ എല്ലാ സത്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും. ശ്രീനി തലയാട്ടിയിട്ട് കുറച്ചകലെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന തന്റെ 2 വീലറിന്റെ അടുത്തേക്ക് പോകവേ സുധീർ ജീപ്പിൽ കയറി പിന്നിലെ സീറ്റിൽ ഒരു ദീർഘനിശ്വാസത്തോടെ ചാരിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കോൺസ്റ്റബിൾ ജലീൽ ജീപ്പ് മുന്നോട്ട് എടുത്തുകൊണ്ട് ചോദിച്ചു. സാർ, സ്റ്റേഷനിലേക്കല്ലേ? ആ, അതെ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഫാർമസി വന്നാൽ നിർത്ത്. തല പൊട്ടുന്ന വേദന. ഒരു ഗുളിക കഴിച്ചാൽ മാത്രമേ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ജോലി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ ഡോക്ടർ പെണ്ണ് എന്താ സാർ പറയുന്നേ? അരുണ വല്ലാതെ വാശി പിടിക്കുന്നു. വാശി പിടിച്ചാൽ പോലും കുഴപ്പമില്ലായിരുന്നു. കളിയാക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. നാളെ അറസ്റ്റ് വാറണ്ടുമായി വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം സാർ. ലേഡി കോൺസ്റ്റബിൾ റാണിയെ സെറ്റിനുള്ളിലേക്ക് അയച്ച് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. റാണിയെക്കുറിച്ച് സാറിന് അറിയാവുന്നതല്ലേ? സുധീർ പെറുപെറുത്തു. ഡോക്ടറാണെന്ന് കരുതിയാണ് ഞാൻ. ഡോക്ടറാണെങ്കിൽ എന്താ സാർ? അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിയമത്തിൽ വകുപ്പില്ലേ? ആ അപകടത്തിൽപ്പെട്ട മുകേഷുമായി ഈ ഡോക്ടർക്ക് എന്തോ ബന്ധമുണ്ട്. 2 ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടും അവനെ അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമതായി ഏതെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് നോക്കണം. ആ തെളിവ് ശക്തമാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ അറസ്റ്റ് ചെയ്യാം. കോൺസ്റ്റബിൾ ജലീൽ ജീപ്പിന്റെ വേഗത കുറച്ചു. സർ, ദേ ഒരു ഫാർമസി. സാറ് ഗുളിക ചോദിച്ചില്ലേ? ഞാൻ വാങ്ങിക്കട്ടെ? ആ, താൻ പോയി വാങ്ങി വാ. ഞാൻ വണ്ടിയിലിരിക്കാം. ജലീൽ ജീപ്പ് ഇടതുവശത്തേക്ക് ഒതുക്കി ഒരു വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ട് റോഡ് മുറിച്ചു കടന്ന് എതിർവശത്തുണ്ടായിരുന്ന ഫാർമസിയെ ലക്ഷ്യമാക്കി പോയി. ഫാർമസിയിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും ക്യാഷ് കൗണ്ടറിലിരുന്നയാൾ എഴുന്നേറ്റ് ജലീലിന്റെ കാക്കി യൂണിഫോമിന് ബഹുമാനം നൽകിക്കൊണ്ട് ചോദിച്ചു. എന്താ സാർ വേണ്ടത്? തലവേദനയ്ക്കുള്ള ഗുളിക വേണം. ആ നിമിഷം അവസാനിക്കുന്നതിന് മുമ്പ് ജലീലിന്റെ കയ്യിൽ ഗുളികയുടെ സ്ട്രിപ്പ് എത്തി. പോക്കറ്റിലുണ്ടായിരുന്ന രൂപയെടുത്ത് ചോദിച്ചു. എത്രയാ? വേണ്ട സാർ. ജലീൽ ഫാർമസിയിലിരുന്ന ആളെ ഒരു നന്ദിയോടെ നോട്ടം നോക്കി. അയാൾ തിരിഞ്ഞ് ശ്രദ്ധയോടെ നടന്ന് ജീപ്പിനടുത്തെത്തി. സാർ, ഇതാ ഗുളിക. വെള്ളം കുപ്പി നിങ്ങളുടെ കാലിനടിയിൽ തന്നെ ഉണ്ടാകും. ജലീലിന്റെ നോട്ടം സ്ലോ മോഷനിൽ നിശ്ചലമായി. ഇൻസ്പെക്ടർ സുധീറിന്റെ തല ഇടതുവശത്തേക്ക് ചരിഞ്ഞ് തളർന്നു കിടക്കുന്നു. അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങി താടിയിലൂടെ തുള്ളി തുള്ളിയായി ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. കറുത്ത നിറമുള്ള രക്തം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടത്തിനുള്ളിലെ അല്പം വിചിത്രമായി തോന്നുന്ന ഇൻ ക്യാമറ സെൽ മുറിയിൽ 20-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഗോളാകൃതിയിലുള്ള മേശയ്ക്ക് ചുറ്റുമിരുന്നു. പ്രധാന കസേരയിലിരുന്ന് പോലീസ് കമ്മീഷണർ ഗിരിധരൻ നേരിയ ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ശബ്ദത്തിൽ നിറയെ വിഷാദം. കഴിഞ്ഞ 3 ദിവസമായി നടന്ന സംഭവങ്ങൾ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. DGP ഓരോ മണിക്കൂറിലും എന്നെ ഫോണിൽ വിളിച്ച് എന്തായി പുരോഗതി എന്ന് ചോദിച്ച് എന്നെ വട്ടം കറക്കുവാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഒരു നല്ല വാർത്ത നൽകാൻ കഴിഞ്ഞിട്ടില്ല. കോൺസ്റ്റബിൾ അബിയും ഇൻസ്പെക്ടർ സുധീറും അടുത്തടുത്ത ദിവസങ്ങളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു. അതായത് രക്തത്തിൽ കാർബൺ മോണോക്സൈഡ് കലർന്നതിനാലാണ് മരണം. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈവേയിൽ നടന്ന ഒരു ബൈക്ക് അപകടത്തെക്കുറിച്ച് സുധീർ അന്വേഷിച്ച ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇതാണ് എന്റെ അനുമാനം. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മേശയുടെ വലതുവശത്ത് മീശ പിരിച്ചിരുന്നിരുന്ന അണ്ടർ കവർ പോലീസ് ഓഫീസർ ഗോവർദ്ധനൻ തനിക്ക് മുന്നിലുണ്ടായിരുന്ന മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി.
സർ, ഇൻസ്പെക്ടർ സുധീറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ മീറ്റിംഗിന് വരുന്നതിന് മുമ്പ് ഞാൻ വായിച്ചു നോക്കിയിരുന്നു. അതിലൊരു ചെറിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതായത്, കോൺസ്റ്റബിൾ എബിയുടെ മരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതിലൂടെ ശ്വാസകോശങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും രക്തത്തിലെ മൊത്തം ഹീമോഗ്ലോബിൻ നശിക്കുകയും ചെയ്തതിനാലാണ്. എന്നാൽ ഇൻസ്പെക്ടർ സുധീറിന്റെ മരണകാരണം കാർബൺ മോണോക്സൈഡ് ആണെങ്കിലും അത് ഗുളിക രൂപത്തിൽ നൽകിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഈ രണ്ട് മരണങ്ങൾക്ക് പിന്നിലുള്ള കൊലയാളി ഒരു വിദ്യാസമ്പന്നനായിരിക്കണം. അതും മെഡിക്കൽ സംബന്ധമായ വിദ്യാഭ്യാസം നേടിയ ഒരാൾ. കമ്മീഷണർ ഗിരിധരൻ ഇടയിൽ കയറി ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചത് ഡോക്ടറെയാണോ? അതെ, തീർച്ചയായും. ഡോക്ടർ അരുണയെ നിങ്ങൾ സംശയിക്കാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? അതെ സർ, കുറച്ചൊക്കെ. ക്ഷമിക്കണം മിസ്റ്റർ ഗോവർദ്ധനൻ. ഡോക്ടർ അരുണയെ 2 മണിക്കൂർ മുമ്പ് എന്റെ ഓഫീസിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അരുണയുടെ അച്ഛൻ സത്യമൂർത്തി ഒപ്പമുണ്ടായിരുന്നു. മുകേഷ് ആരാണെന്ന് അവർക്കറിയില്ല. പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം അവനൊരു ബൈക്ക് മോഷ്ടാവാണ്. അപകടം നടന്നപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്നത് മോഷ്ടിച്ച ഫോണായിരുന്നു. നെൽസൺ എന്ന മദ്യപാനിയുടെ ഫോൺ. മുകേഷിന്റെ കയ്യിൽ അതെങ്ങനെ വന്നു എന്നത് ഒരു വലിയ ആശയക്കുഴപ്പമാണ്. അരുണയുടെ ഫോട്ടോ ആ ഫോണിന്റെ ലോക്ക് സ്ക്രീനിൽ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് അരുണ പറഞ്ഞ മറുപടി എനിക്ക് ശരിയാണെന്ന് തോന്നി. മുറിയിലുണ്ടായിരുന്ന എല്ലാവരും കമ്മീഷണറെ നോക്കി. അദ്ദേഹം തുടർന്നു. ഡോക്ടർ അരുണ ഫേസ്ബുക്കിലും ട്വിറ്ററിലും മെഡിക്കൽ സംബന്ധമായ കുറിപ്പുകൾ പോസ്റ്റ് ചെയ്ത് പ്രശസ്തിയായ ഒരാളാണ്. അവരുടെ യൂട്യൂബ് ചാനൽ വഴി അവരെല്ലാവർക്കും സുപരിചിതമാണ്. അവരുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മുകേഷ് അത് ഫോണിൽ ലോക്ക് സ്ക്രീനിൽ വെച്ചിരിക്കാം. അരുണയെ അയാൾ സ്നേഹിച്ചിരിക്കാം. ഇതൊരു തരം ലവ് സിൻഡ്രോമാണ്. മെഡിക്കൽ ടേമിൽ അൺറിക്വറ്റഡ് ലവ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ സ്നേഹം മുകേഷിന്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ട മുകേഷിന് ബോധം വന്നപ്പോൾ എന്റെ അരുണയെ കാണണം, അവൾ വന്നില്ലേ എന്ന് നഴ്സിനോട് ചോദിച്ചത്. ഇത് മണത്തറിഞ്ഞ ആരോ മുകേഷിന്റെ ഈ പ്രണയത്തെ യഥാർത്ഥ പ്രണയമാണെന്ന് വിശ്വസിച്ച് അരുണയുടെ അച്ഛൻ സത്യമൂർത്തിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. സത്യം പുറത്തു പറയാതിരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ നൽകണമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. സത്യമൂർത്തി ഈ ബ്ലാക്ക് മെയിൽ കാര്യം സ്വന്തം മകൾ അരുണയോട് പോലും പറയാതെ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്നെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തയാൾക്ക് നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ എന്ത് കാരണത്താലാണെന്നറിയില്ല, ആ ബ്ലാക്ക് മെയിൽ ചെയ്തയാൾ പിന്നീട് വിളിച്ചില്ല. മേശയുടെ ഇടതുവശത്തിരുന്ന ബ്രാഞ്ചിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് മുന്നിലുണ്ടായിരുന്ന മൈക്കിലേക്ക് ചുണ്ടുകൾ ചേർത്തു. സർ, ഇതൊരു സാധാരണ അപകട കേസാകാൻ സാധ്യതയില്ല. ആ അപകടത്തിന് പിന്നിൽ വലിയൊരു രഹസ്യം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. അത് പുറത്തു വരണമെങ്കിൽ ഈ കേസ് CBCIDക്ക് കൈമാറുന്നതാണ് ശരിയായ തീരുമാനം. കമ്മീഷണർ തലയാട്ടി. ഞാൻ നിങ്ങളുടെ വാക്കുകളെ അംഗീകരിക്കുന്നു മിസ്റ്റർ സത്യൻ. എന്റെ മനസ്സിലും ആ ചിന്ത തന്നെയാണ് പോകുന്നത്. ഇന്ന് വൈകുന്നേരം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ DGPയെ കാണാൻ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയി സംസാരിച്ചതിന് ശേഷം നാളെ രാവിലെ 11 മണിക്ക് ഇതേ സെല്ലിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി സംസാരിക്കും. നമുക്കിപ്പോൾ പിരിയാം. കമ്മീഷണർ ഗിരിധരൻ പറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കമ്മീഷണർ പുറത്തിറങ്ങി തന്റെ ഓഫീസിലേക്ക് വരാന്തയിലൂടെ നടന്നു. പകുതി വഴി നടന്നിട്ടുണ്ടാകും. അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ടു. എക്സ്ക്യൂസ് മീ സർ. കമ്മീഷണർ തിരിഞ്ഞു നോക്കി. സൈബർ ക്രൈം ബ്രാഞ്ചിലെ മുകുന്ദൻ. എന്താ മുകുന്ദൻ? ഒരു 5 മിനിറ്റ് സർ. ഒന്ന് തനിച്ച് സംസാരിക്കണമായിരുന്നു. പ്ലീസ് വരൂ എന്നും പറഞ്ഞ് അദ്ദേഹം നടക്കാൻ തുടങ്ങി. മുകുന്ദൻ പിന്നാലെ പോയി. അടുത്ത 1 മിനിറ്റ് നടത്തത്തിനൊടുവിൽ ഇരുവരും അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിലെത്തി. മിനറൽ വാട്ടർ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഒരു കവിൾ വെള്ളം കുടിച്ച് തൊണ്ട നനച്ച കമ്മീഷണർ തനിക്ക് മുന്നിലിരുന്ന മുകുന്ദനെ നോക്കി. പറയൂ, എന്താ കാര്യം? അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഒരു അരമണിക്കൂറായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു സർ. ഡോക്ടർ അരുണയ്ക്കും ബൈക്ക് അപകടത്തിൽ മരിച്ച മുകേഷിനും 1% പോലും ഒരു ബന്ധവുമില്ല സർ എന്നതിന് ശക്തമായൊരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. എന്താണെന്ന് കമ്മീഷൻ നോക്കി. മുകുന്ദൻ തുടർന്നു. സർ, ഞാൻ എൻ്റെ കാറിലാണ് വന്നത്. പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ ബൂർക്ക ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വരുത്താൻ അങ്ങയുടെ അനുവാദം വേണം. കമ്മീഷണർ സീറ്റിൽ നിവർന്നിരുന്നു. എന്താ മുകുന്ദൻ, നിങ്ങൾ ആദ്യം അവളെ വിളിക്ക്. മുകുന്ദൻ തന്റെ സെൽഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചു. സോന, നിങ്ങൾ കാറിൽ നിന്നിറങ്ങി 2ാം നിലയിലുള്ള ആദ്യത്തെ മുറിയിലേക്ക് വരൂ. ആരും നിങ്ങളെ തടയില്ല. ആരെങ്കിലും തടഞ്ഞാൽ എന്നെ വിളിക്ക്. മുകുന്ദൻ ഫോണിൽ സംസാരിച്ചു വെച്ചു. മുകുന്ദനും കമ്മീഷണറും സോനയ്ക്കായി കാത്തിരിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബൂർക്ക ധരിച്ച ആ പെൺകുട്ടി അകത്തേക്ക് പ്രവേശിച്ചു. മുഖംപൊടി മാറ്റി കമ്മീഷണറെ നോക്കി കൈകൂപ്പി. നമസ്കാരം സർ. കമ്മീഷണർ തനിക്ക് മുന്നിലിരുന്ന ഒഴിഞ്ഞ കസേര കാണിച്ചു കൊടുത്തു. ഇരിക്കൂ. സോന ഇരുന്നത് മുകുന്ദൻ പറഞ്ഞു. സർ, ഇവളാണ് സോന. GHൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്നു.
എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ പെട്ടെന്ന് എന്നെ കാണാൻ വന്നു. എന്നോടൊരു കാര്യം രഹസ്യമായി പങ്കുവച്ചു. അതും ഡോക്ടർ അരുണ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയം. കമ്മീഷണർ സോന എന്ന ആ പെൺകുട്ടിയെ നോക്കി. പറയൂ, എന്താ കാര്യം? സോന കുറച്ച് നിമിഷ നേരം മടിച്ച് നേർത്ത ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. സർ, അപകടത്തിൽപ്പെട്ട മുകേഷിനെ GH കൊണ്ടുവന്ന നിമിഷം മുതൽ ഞാനാണ് അടുത്തുനിന്ന് മെഡിക്കൽ അസിസ്റ്റന്റ് ചെയ്തിരുന്നത്. അവസാന നിമിഷം വരെ അവന് ബോധം വന്നില്ല. ഡോക്ടർ അരുണയെയും അച്ഛനെയും ഇൻസ്പെക്ടർ സുധീർ GH കൊണ്ടുവന്ന് മുകേഷിനെ തിരിച്ചറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. അരുണയും അച്ഛനും മുകേഷിനെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇൻസ്പെക്ടറോട് കുറച്ചു മുമ്പ് മുകേഷിന് ബോധം വന്നതായും ആ സമയത്ത് അവൻ സംസാരിച്ചൊരു വാക്യം ഞാൻ എൻ്റെ സെൽഫോണിൽ റെക്കോർഡ് ചെയ്തതായും പറഞ്ഞ് ആ ഓഡിയോ വോയിസ് കേൾപ്പിച്ചു. എൻ്റെ അരുണയെ കാണണം, അവൾ വന്നില്ലേ എന്ന വാക്യം, അതല്ലേ? അതെ സർ. പക്ഷെ അത് സംസാരിച്ചത് മുകേഷ് ആയിരുന്നില്ല. പിന്നെ പിന്നെ ആരാണ്? അങ്ങനെ സംസാരിച്ചത് കോൺസ്റ്റബിൾ എബി തന്നെയായിരുന്നു. കമ്മീഷണർ ഗിരിധരന്റെ കണ്ണുകളിൽ അത്ഭുതം കൊണ്ട് മിന്നിമറഞ്ഞു. നഴ്സ് സോനയെ ഞെട്ടൽ മാറാത്ത നോട്ടത്തോടെ അദ്ദേഹം നോക്കി. നീ എന്താ പറയുന്നേ? അങ്ങനെ സംസാരിച്ചത് കോൺസ്റ്റബിൾ എബി ആണെന്നോ? അതെ സർ. ഡോക്ടർ അരുണയും ഡോക്ടറുടെ അച്ഛനും ഇൻസ്പെക്ടർ സുധീറും ICUവിൽ കിടക്കുന്ന മുകേഷിനെ കാണാൻ വരുന്നതിന് മുമ്പ് കോൺസ്റ്റബിൾ എബി എൻ്റെ അടുത്ത് വന്നു. എൻ്റെ സെൽഫോൺ ചോദിച്ചു. ഞാൻ എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ സെൽഫോണിൽ ഒരൊറ്റ വാക്യം മാത്രം സംസാരിച്ച് റെക്കോർഡ് ചെയ്തു തരാം. മുകേഷിനെ ഡോക്ടർ അരുണ കാണാൻ ഇവിടെ വരുമ്പോൾ അത് കേൾപ്പിച്ച് മുകേഷിന് ഒരു 30 സെക്കൻഡ് ബോധം വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണിതെന്ന് പറയണം. ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണ് അങ്ങനെ കള്ളം പറയേണ്ടത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം എന്തു പറഞ്ഞു? അങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ മാത്രമേ ഡോക്ടർ അരുണയിൽ നിന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ഇതിന് നീ സഹകരിക്കണം. ഇതിനെക്കുറിച്ച് നീ പുറത്ത് ആരോടും മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞു. ഞാനും അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ച് അവർ 3 പേരും മുകേഷിനെ കാണാൻ വന്നപ്പോൾ കോൺസ്റ്റബിൾ എബി പറഞ്ഞതുപോലെ കള്ളം പറഞ്ഞ് അഭിനയിച്ചു. ആ സമയം പോലീസിനെ സഹായിക്കുകയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ കണ്ട് ഞാനാകെ തകർന്നു പോയി സർ. കോൺസ്റ്റബിൾ എബിയും ഇൻസ്പെക്ടർ സുധീറും ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചപ്പോൾ എനിക്കൊരു പേടി. ഇനിയും കാര്യങ്ങൾ മറച്ചു വെക്കരുതെന്ന് കരുതിയാണ് ഞാൻ മുകുന്ദൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞത്. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന മുകുന്ദൻ ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ വിവരം താങ്കളുടെ ശ്രദ്ധയിൽ ഉടൻ കൊണ്ടുവരണമെന്ന് കരുതിയാണ് സോനയെ നേരിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. മറ്റാരും സോനയെ തിരിച്ചറിയാതിരിക്കാനാണ് ഈ ബൂർക്ക. ഗുഡ് ജോബ് മിസ്റ്റർ മുകുന്ദൻ. പക്ഷേ ഈ പ്രശ്നത്തിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. ഒന്ന്, കോൺസ്റ്റബിൾ എബിക്ക് ഡോക്ടർ അരുണയോട് എന്തിനാ ദേഷ്യം? അപകടത്തിൽപ്പെട്ട മുകേഷ് സംസാരിച്ചതുപോലെ ഒരു വ്യാജ പ്രസ്താവന എന്തിനാണ് സെൽഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, കോൺസ്റ്റബിൾ എബി ആദ്യ ദിവസവും അതിനടുത്ത ദിവസം ഇൻസ്പെക്ടർ സുധീറിനെ കാർബൺ മോണോക്സൈഡ് നൽകി എന്തിനാണ് കൊലപ്പെടുത്തേണ്ടത്? ഒരു സാധാരണ അപകട കേസ് ഇത്രയും വലുതാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല സർ. ഞാൻ എന്തായാലും ഇന്ന് DGPയെ കണ്ട് ഈ കേസ് CBCIDക്ക് മാറ്റാമെന്ന് പറയാൻ പോവുകയാണ്. അവിടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കഴിവുള്ളവരും ബുദ്ധിശാലികളുമാണ്. ആ ടീം എന്തായാലും സത്യങ്ങൾ കണ്ടെത്തുമെന്ന വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളിപ്പോൾ തൽക്കാലം പൊക്കോളൂ. നന്ദി സർ. ഞങ്ങൾ ഇറങ്ങുന്നു. മുകുന്ദൻ സോനയെ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുപോയി വിട്ട് ഓഫീസിലേക്ക് തിരിച്ചുപോയി. 6 മാസക്കാലം കടന്നുപോയിരിക്കുന്നു. ഒരു ഞായറാഴ്ച സന്ധ്യാസമയം, രാത്രി 10:15. പാലക്കാട് റോഡിൽ വാളയാർ ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഫിംഗർ ടേസ്റ്റ് റെസ്റ്റോറൻറ്റ്. മുഴുവൻ റെസ്റ്റോറൻറ്റും നേരിയ ചുവപ്പ് വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. ചുരുക്കം ചില ആളുകളെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഗ്രിൽ ചിക്കൻ തീയിൽ ചുട്ടു കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാറ്റിൽ അതിൻ്റെ മണം പരന്നു. മുകുന്ദൻ റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിച്ച് 16-ാം നമ്പർ മേശ കണ്ടുപിടിച്ച് അതിനടുത്ത് ചെന്ന് നിന്നു. ചില്ലി ചിക്കൻ ഫോർക്കിൽ കുത്തി വായിലേക്ക് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കോൺസ്റ്റബിൾ ജലീൽ പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മുകുന്ദൻ അവൻ്റെ തോളിൽ കൈവച്ചു. ശബ്ദം വളരെ താഴ്ത്തി. ജലീൽ, ഈ ഫോർമാലിറ്റി പോലീസ് മര്യാദകളൊന്നും വേണ്ടെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്? ക്ഷമിക്കണം സാർ. മുകുന്ദൻ ജലീലിന് എതിർവശത്തിരുന്നു. ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഒരു പ്ലേറ്റ് ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ഞാൻ വൈകിപ്പോയി. അവിടെ വലിയ ട്രാഫിക്കായിരുന്നു എന്ന് പറഞ്ഞ് മുകുന്ദൻ ചില്ലി ചിക്കൻ കഷ്ണം എടുത്ത് വായിലിട്ടു. ജലീൽ ഒരു ചെറിയ ചിരിയോടെ ചോദിച്ചു, CBCIDയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ? അവർ വിഷമിക്കുകയാണ്. DGP ഫോൺ വിളിച്ച് എന്തെങ്കിലും പുരോഗതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം ക്ഷമിക്കണം സാർ, ഞങ്ങൾക്കൊന്നും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് അവർ വിയർപ്പൊഴുക്കുന്നതായി ഞാൻ കേട്ടു ജലീൽ. ജീവിതകാലം മുഴുവൻ അവർ ഇതുതന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ. ജലീൽ, ഈ അലസമായ മനോഭാവം നിലയിൽ ഉണ്ടാവരുത്. കോൺസ്റ്റബിൾ എബിയും ഇൻസ്പെക്ടർ സുധീറും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകുന്നത് വരെ നീയും ഞാനും ഓരോ നിമിഷവും ജാഗ്രത പാലിക്കണം.
ഒരു നൂലിഴ പോലും CBCID പോലീസിന് നമ്മളെക്കുറിച്ച് സംശയം തോന്നരുത്. ജലീൽ ഒരു പുഞ്ചിരിയോടെ ശബ്ദം താഴ്ത്തി. സർ, ഇത് അനാവശ്യമായ ഭയമാണ്. നമ്മളൊരു വർഷത്തോളം കൃത്യമായി ആസൂത്രണം ചെയ്താണ് സുധീറിനെയും ഇബിയെയും കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് തീർത്തു കളഞ്ഞത്. ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ നൽകിയ വിവരങ്ങൾ വെച്ച് ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പോലും അറിയാത്ത തരത്തിൽ സർപ്രൈസായി നിങ്ങളവരെ രണ്ടുപേരെയും തീർത്തു. പക്ഷേ ഒന്നറിയണം സർ, എബിയും സുധീറും മനസ്സിൽ 1% പോലും ഭയമില്ലാതെ കഴിഞ്ഞ 10 വർഷത്തോളം ലോക്കപ്പിൽ വെച്ച് അടിച്ച് പീഡിപ്പിച്ച് ചെയ്ത കൊലപാതകങ്ങൾ മൊത്തം 20. അതിൽ 15 25 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികൾ. തങ്ങൾക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ മീംസ് ഉണ്ടാക്കി കളിയാക്കിയത് ഈ രണ്ടുപേരും കുറ്റമായി കണ്ട് പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുവന്ന് വെളുക്കുവോളം അടിച്ചു കൊന്നത് നേരിൽ കണ്ട് ഞാൻ ഭയന്നു വിറച്ചു. പക്ഷെ അവർ ഭയപ്പെട്ടില്ല. എല്ലാ ലോകകപ്പ് മരണങ്ങളെയും വളരെ സമർത്ഥമായി ആത്മഹത്യകളാക്കി മാറ്റിയ അവരെ നിയമം രക്ഷിക്കാം. പക്ഷേ നീതിയും ധർമ്മവും രക്ഷിക്കില്ല എന്ന സത്യം ആ രണ്ടുപേരും മനസ്സിലാക്കിയില്ല. മുകുന്ദൻ ഒരു ദീർഘനിശ്വാസം പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ നമ്മൾ തന്നെ കൊന്നത് മനസ്സിലൽപ്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെന്താ സാർ അസ്വസ്ഥത? നന്നാവാത്ത ഗുണ്ടകളെയും തല്ലുകൊള്ളികളെയും നന്നാക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏതു തരത്തിലുള്ള തീരുമാനമാണ് എടുക്കുന്നത്? എൻകൗണ്ടർ. ഇതും അതുപോലുള്ള ഒരു എൻകൗണ്ടറാണ് സർ. നീ പറഞ്ഞത് ശരിയാണ് ജലീൽ. എബിയും സുധീറും ചേർന്ന് ചെയ്ത കുറ്റങ്ങളിൽ ഏറ്റവും മോശമായത് ഏതാണെന്ന് നിനക്കറിയാമോ? അറിയാം സർ. നമ്മുടെ അടുത്ത ഗ്രാമത്തിലെ ഒരമ്മയെയും മകളെയും ലോക്കപ്പിൽ വെച്ച് പകൽ സമയത്ത് നശിപ്പിച്ച് അരളിവിത്ത് അരച്ചു കുടിപ്പിച്ച് പോലീസ് അന്വേഷണത്തെ ഭയന്നാണ് അമ്മയും മകളും ആത്മഹത്യ ചെയ്തതെന്ന് മാധ്യമങ്ങളെ വിശ്വസിപ്പിച്ചത്. അതുമാത്രമല്ല, നെൽസനെ പോലെയുള്ള ഒരു മദ്യപാനിയുടെ സെൽഫോൺ മോഷ്ടിച്ചു വെച്ച് വ്യാജ സിം കാർഡ് ഇട്ട് പണക്കാരായ ആളുകളെ വിളിച്ച് അവരേതെങ്കിലും ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്തി ബ്ലാക്ക് മെയിലിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. ഇത് എത്ര വലിയ കുറ്റകൃത്യമാണ് എന്ന് മുകുന്ദൻ പറഞ്ഞപ്പോൾ ജലീൽ പതിയെ ചിരിച്ചു. എന്നാൽ ഡോക്ടർ അരുണയുടെ കാര്യത്തിൽ മാത്രം ഇവരുടെ പദ്ധതി ഫലിച്ചില്ല. സർ, ബൈക്ക് അപകടത്തിൽ മരിച്ച മുകേഷിനും അരുണയ്ക്കും തമ്മിൽ എന്തോ പ്രണയബന്ധമുണ്ടെന്ന് തെളിയിച്ച് അതിലൂടെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരു വലിയ തുക കൈക്കലാക്കാമെന്ന് കരുതിയാണ് അവർ പ്രവർത്തിച്ചത്. അതിനെ ബി പരിചയമുള്ള ഒരു പെൺകുട്ടിയെ അരുണയുടെ അച്ഛൻ സത്യമൂർത്തിയോട് സെൽഫോണിൽ സംസാരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അരുൺ അത് കാര്യമാക്കിയില്ല. ശരിയാണ് ജലീൽ. എങ്ങനെയോ നമ്മൾ ആ വലിയ കാര്യം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ നഗരത്തിന് അതിർത്തിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നിന്നോട് വരാൻ പറഞ്ഞതെന്നറിയാമോ? പറയൂ സർ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഡെറാഡൂണിലേക്ക് പോവാണ്. അവിടെ 2 വർഷം താമസിച്ച് ഒരു ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് അവിടെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷേ നീയും ഞാനും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച ഇതായിരിക്കാം. സർ, ഫോണിൽ സംസാരിക്കാമെന്ന് നീ പറയും. പക്ഷേ ഇനി അത് വേണ്ട. ഇപ്പോൾ അന്വേഷിക്കുന്ന പോലീസിന് ഏത് നിമിഷവും എന്തെങ്കിലും ഒരു സംശയത്തിന്റെ തീപ്പൊരി വീണാൽ അത് ആളിക്കത്താം. ഞാൻ എന്താണ് പറയാൻ വരുന്നതെന്ന് നിനക്ക് മനസ്സിലായോ ജലീൽ? മനസ്സിലായി സർ. ജലീൽ ഓക്കെ പറഞ്ഞു. അവർ തമ്മിൽ കൈകൊടുത്ത് റെസ്റ്റോറന്റിലെ ചുവപ്പ് വെളിച്ചത്തിൽ പതിയെ നടന്ന് പുറത്തേക്കിറങ്ങി ഇരുട്ടിൽ മറഞ്ഞു മുകുന്ദൻ. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.